ആയി ചോദിച്ചുകൊണ്ടിരിക്കും. സോ ലോജിക്കൽ റീസണിംഗിൽ എനിക്ക് എല്ലാ പേപ്പറിലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഫാലസി ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതും പിന്നെ ഈ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ വെച്ച് നമ്മൾ സോൾവ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനും. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലോജിക്കലി ഇക്വാലന്റ് സ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു. സോ എന്താണ് ലോജിക്കൽ റീസണിംഗിൽ ഒരു 3-4 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു നോളജ് ഇന്നത്തെ സെഷനോടെ നിങ്ങൾക്ക് ആവും. സോ എനിവേ ലെറ്റ്സ് ബിഗിൻ ദ സെഷൻ. ഫസ്റ്റ് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് ഫാലസി ആണ്. സോ എന്താണ് ഫാലസി എന്ന് വെച്ചാൽ നമ്മൾ പ്രിമൈസസ് നിന്ന് കൺക്ലൂഷൻ എടുക്കുന്ന ആ ഒരു പ്രോസസ്സിൽ നമുക്ക് പറ്റിപ്പോകുന്ന ഇറർ കൊണ്ട് നമ്മൾ എടുക്കുന്ന കൺക്ലൂഷൻ അല്ലെങ്കിൽ പ്രിമൈസ് സപ്പോർട്ട് ചെയ്യാത്ത ഒരു കൺക്ലൂഷനിലേക്കൊക്കെ നമ്മൾ എത്തിപ്പോവാം. അത് ഇന്റൻഷ്യലി അൺഇന്റൻഷ്യലി ഒക്കെ ഈ ഒരു റോങ് നമുക്ക് എന്ത് വരാം നമ്മളിൽ വന്നു പോകാം. നമ്മുടെ അസംഷൻസ് ഒക്കെ നമ്മുടെ കൺക്ലൂഷൻസിലേക്ക് വരുമ്പോഴൊക്കെ എന്താവും ആ ഒരു ഫാലസി അവിടെ സംഭവിക്കും. സോ എനിവേ നമുക്ക് എനിക്ക് ചോദിക്കാറുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റിലുള്ള ഫാലസി അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഫാലസി ആണ് ആ സ്റ്റേറ്റ്മെന്റിൽ ഉള്ളത് എന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. സോ ഈ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഐഡന്റിഫൈ ദ ഫാലസി കമ്മിറ്റഡ് ഇൻ ദ ഫോളോയിങ് ആർഗ്യുമെന്റ്. There must be intelligent life on other planets. No one has proven that there is not. സോ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തരും. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ഫലേഷ്യസ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ടാണല്ലോ അതിലെ ഫാലസി നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറയുന്നത്. സോ തന്നിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിലെ ഫാലസി ഏത് ടൈപ്പ് ഓഫ് ഫാലസി ആണ് അതിലുള്ളത് എന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആൻസർ ചെയ്യെങ്കിൽ നമുക്കത് പറഞ്ഞിട്ട് പോവാം. ആൻഡ് നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷനിലൂടെ ഈ 4 ഫാലസിയും എന്താണെന്ന് പരിചയപ്പെടാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൽ ഏതെങ്കിലുമൊക്കെ ആൻസർ വരുന്ന വേറൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അങ്ങനെ ചെയിനായി നമുക്ക് ഫാലസി പഠിച്ചു പോകും. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ യു ക്യാൻ കമന്റ്. There must be intelligent life in other planets. No one has proven that there is not. പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. എനിബഡി? അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് പോവാം. എന്നിട്ട് നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോവാം. So there must be intelligent life on other planets. No one has proven that there is not. എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റിലുള്ള ഫാലസി എന്നുള്ളത് അപ്പീൽ ടു ഇഗ്നോറൻസ് ഫാലസി ആണ്. സോ ഫാലസി നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി വെക്കണം എന്നറിയോ? അതിന്റെ ആ ഒരു മലയാളം ടേമിൽ നിങ്ങൾക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾ വെച്ച് നിങ്ങൾ ഫാലസിയെ മനസ്സിലാക്കി വെക്കുക. സോ നമുക്ക് എന്തായിരിക്കും എക്സാം ഹോളിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ എന്താണ് ഫാലസി നടക്കുമ്പോൾ ഈ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിൽ വരുന്ന ഡെഫിനിഷനും സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസും മനസ്സിലാക്കി വെക്കുന്നതിലുപരി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടേംസിലേക്ക് അതിനെ മാറ്റി ഏറ്റവും എന്താണ് സ്യൂറ്റബിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ അതിനുവേണ്ടി പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. സോ എനിവേ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഉള്ള ഫാലസി എന്നുള്ളത് അപ്പീൽ ടു ഇഗ്നോറൻസ് എന്നുള്ള ഫാലസിയാണ്. സോ എന്താണ് അപ്പീൽ ടു ഇഗ്നോറൻസ് എന്നുള്ള ഫാലസി? സോ ഫാലസി ഓഫ് അപ്പീൽ ടു ഇഗ്നോറൻസ് എന്നുള്ളത് ഞാൻ ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞാൽ ഒരു സാധനം തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ അത് ശരിയാണെന്ന് വിശ്വസിക്കുക. അതാണ് അതിന്റെ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള മലയാളം. എന്തോ ഒരു സംഗതി അത് തെറ്റാണെന്ന് ഇതുവരെ ആരും തെളിയിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താ അത് നമ്മളിങ്ങനെ ശരിയാണെന്ന് വിശ്വസിച്ച് പോയിക്കൊണ്ടിരിക്കുക. അതാണ് അപ്പീൽ ടു ഇഗ്നോറൻസ് എന്നുള്ള ഫാലസി. സോ നിങ്ങൾ എന്നെ ആ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാ. There must be intelligent life on other planets. No one has proven that there is not. സോ അതന്നെയല്ല അവിടെ സംഭവിച്ചിട്ടുള്ളത്. ആരും വേറെ പ്ലാനറ്റ്സിലൊന്നും ജീവിതം ഇല്ലാന്നൊന്നും തെളിയിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താണ് അവിടെയൊക്കെ അങ്ങനെ ഉണ്ട്. അതാണ് അപ്പീൽ ടു ഇഗ്നോറൻസ്. മനസ്സിലായോ? റെസ്പോണ്ട് കേട്ടോ. എന്നാ എന്താ പറയാ ക്ലിയർ ആക്കി തരേണ്ട ഏരിയ ഒക്കെ ക്ലിയർ ആക്കാം. സോ അപ്പീൽ ടു ഇഗ്നോറൻസിലേക്ക് വരികയാണെങ്കിൽ ദീസ് ഫാലസീസ് occur when someone asserts a claim that must be accepted because no one else can prove otherwise. സോ എന്താണ് ഒരു ക്ലെയിം നമ്മളത് വിശ്വസിക്കുകയാണ്. അതങ്ങനെയല്ല വേറെ ആരും പ്രൂവ് ചെയ്യാത്തിടത്തോളം കാലം അത് പ്രൂവ് ചെയ്യാത്തതിനാൽ നമ്മൾ അത് വിശ്വസിക്കുന്നു. അല്ലാണ്ട് അത് വിശ്വസിക്കുന്നതിന് നമ്മുടെ കയ്യിൽ വേറൊരു രീതിയിലുള്ള എവിഡൻസോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല. പക്ഷെ എന്താ അതങ്ങനെയല്ലാന്ന് ആരും പ്രൂവ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ അതിങ്ങനെ വിശ്വസിക്കുക. അതാണ്. സോ നിങ്ങൾ എന്താക്കുക ഏറ്റവും മലയാളത്തിൽ നിങ്ങൾ എഴുതി വെക്കുക അപ്പീൽ ടു ഇഗ്നോറൻസ്. ഒരു കാര്യം തെറ്റാന്ന് ആരും തെളിയിക്കാത്തത് കൊണ്ട് നമ്മൾ അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നതിലാണ് അപ്പീൽ ടു ഇഗ്നോറൻസ് ഫാലസി ഉണ്ടാവുന്നത്. സോ അതിന് വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ
People have been praying to God for years. No one can prove God doesn't exist. Therefore, God exists. സോ കാലങ്ങളായിട്ട് മനുഷ്യൻ എന്തുണ്ട്, ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ദൈവത്തിനോട് സഹായം ചോദിക്കുന്നുണ്ട്. ഈ ദൈവം എന്ന് പറയുന്ന ഒരാൾ ഇല്ല എന്ന് തെളിയിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. സോ എന്തുണ്ട്, അതുകൊണ്ട് ദൈവമുണ്ട്. അല്ലാതെ ദൈവമുണ്ട് എന്നുള്ളതിനില്ല ഒരു ലോജിക്കൽ ആയിട്ടുള്ളോ അല്ലെങ്കിൽ സയന്റിഫിക് റാഷണൽ റീസണിങ്ങോ കൊടുത്തിട്ടല്ല ദൈവമുണ്ട് എന്നുള്ള വിശ്വാസം വരുന്നത്. ദൈവമില്ല ആരും പ്രൂവ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ദൈവമുണ്ട്. ഈ ഒരു തരത്തിലുള്ള വിശ്വാസം അല്ലെങ്കിൽ ഈ ഒരു തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു ഫലേഷ്യസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഫാലസി ഓഫ് അപ്പീൽ ടു ഇഗ്നോറൻസ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ബാക്കി ഉണ്ടായിരുന്ന ഫാലസികളാണ് സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി, ഹേസ്റ്റി ജനറലൈസേഷൻ ഫാലസി, ഫാലസി ഓഫ് ഡൈക്കോട്ടമി. സോ ഇത് മൂന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി ഈ തന്നിരിക്കുന്ന മൂന്നില് ഒരു എന്താണ് ഒരു ഫലേഷ്യസ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, അടുത്ത ക്വസ്റ്റ്യനിൽ ആ ഒരു ഫാലസി ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, സോ കമ്മിങ് ടു സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി. സോ സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി എന്നുള്ളത് നിങ്ങൾ അതിനെ മലയാളത്തിലേക്ക് ഒന്ന് മലയാളീകരിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒന്ന് വൈദ്യുതി വീണ് കുറേ വീണിട്ടായിരിക്കും ഒരു സ്ലിപ്പറി സ്ലോപ്പ് എന്ന് നമ്മളൊന്ന് സ്ലിപ്പായാൽ നിൽക്കുക. സോ ഇതന്നെയാണ് സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി. ഒരു ചെറിയൊരു ഈവന്റ്, അതൊരു ചെയിൻ റിയാക്ഷനിലൂടെ കടന്ന് ഒരിക്കലും അൺഡിസൈറബിൾ ആയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ അൺഇന്റന്റഡ് ആയിട്ടുള്ള ഒരു കോൺസിക്വൻസസിലേക്ക് അത് എത്തിച്ചേരും എന്നൊക്കെ പറയുന്ന ആർഗ്യുമെന്റ്സിലാണ് സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി ഉണ്ടാവുക. ഓക്കെ, പൊതുവെ എന്താണ് ഈ മക്കളെ ആഗ്രഹത്തിനൊക്കെ കൂട്ടു നിൽക്കുന്ന പാരന്റ്സ് ഒക്കെ കേൾക്കുന്നുണ്ടാവും, നീ ഓളെ താളത്തിലൊക്കെ തുള്ളിക്കോ, നാളെ ഓള് നിന്നെ വിറ്റിട്ട് വരും. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനത്തെ ഒരു ശൈലി ഉണ്ട്, ആ ഒരു പറച്ചില്, ആ ഒരു രീതിയിൽ. സോ എന്താണ് ആ ഒരു രീതിയിൽ ഒരു ചെറിയൊരു സംഭവത്തിനെ അത് ഒരുപാട് ചെയിൻ റിയാക്ഷനിലൂടെ കടന്നു പോയി ലാസ്റ്റ് വലിയ എന്തോ ആയി മാറിത്തീരുന്നുള്ള രീതിയിലുള്ള ആ ഒരു ആർഗ്യുമെന്റ് ആണ് സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി എന്നുള്ളത്. സോ ഏറ്റവും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി പറയുന്നിടത്ത് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിൽ കൊടുക്കുന്ന എക്സാമ്പിൾ ആണ്. ഒരു യൂണിഫോമിനെ സ്കൂളുകളിൽ യൂണിഫോം വേണ്ടോ എന്നുള്ളൊരു ഡിസ്കഷനിൽ യൂണിഫോമിനെ അഗനിസ്റ്റ് ചെയ്യുന്ന ഒരാൾ പറയാണ്, യൂണിഫോം എടുക്കുകയാണെങ്കിൽ ആ ഒരു ലോക്കൽ ഷോപ്പിൽ നിന്ന് വേറെ ക്ലോത്ത്സ് ഒന്നും ആരും പർച്ചേസ് ചെയ്യില്ലല്ലോ, എല്ലാവരും യൂണിഫോം ഇട്ടിട്ടാണ് വർക്കിന് പോകുന്നതും ഓഫീസിനും സ്കൂളിൽ പോകുന്നതൊക്കെ. സോ ആ ഒരു ലോക്കൽ ഷോപ്പിലുള്ള ബിസിനസ് അവിടെ ഡാമേജ് ആവുന്നു. അങ്ങനെ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി മൊത്തം ഡാമേജ് ആവുന്നു. ഇന്ത്യന്റെ മേജർ എക്കണോമിന്ന് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് ഒരു കോൺട്രിബ്യൂഷൻ ഉള്ളതിനാൽ ഇന്ത്യൻ എക്കണോമി വീക്ക് ആവുന്നു. സോ ഇന്ത്യൻ എക്കണോമി വീക്ക് ആകുമ്പോൾ അങ്ങനെ എല്ലാ എക്സ്പോർട്ടും ഇമ്പോർട്ടും തകരുന്നു. അങ്ങനെ ലോകം മൊത്തം എക്കണോമിക് ക്രൈസിസ് ഉണ്ടാവുന്നു. ഒരു യൂണിഫോമിനെ അഗൻസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് ഒരുപാട് ഉണ്ടാവും എന്നുള്ളൊരു ചിന്താധാരണകളിലൂടെ ഒക്കെ കടന്നുപോയി ലാസ്റ്റ് അതൊരിക്കലും ഒരു അൺഇന്റന്റഡ് റിസൾട്ട് അല്ലെങ്കിൽ ഒരു അൺഡിസൈറബിൾ എൻഡിലേക്ക് എത്തിച്ചേരുന്നുള്ള ഒരു വിശ്വാസം, ഒരു ആർഗ്യുമെന്റ് നടത്തലാണ് സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി. യു ഗോട്ട് ഇറ്റ്? മനസ്സിലാവുന്നില്ലേ? സോ അതിന്റെ വേറൊരു എക്സാമ്പിൾ. സോ സ്ലിപ്പറി സ്ലോപ്പ് അഡ്വക്കേറ്റ്സ് ബിലീവ്സ് ഇറ്റ് വിൽ ലീഡ് എ ചെയിൻ റിയാക്ഷൻ റിസൾട്ടിങ് ഇൻ ആൻ അൺഡിസൈറബിൾ എൻഡ്സ്. സോ നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കി വെക്കരുത്. സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി എന്നുള്ളതിന്റെ ഏറ്റവും ഒരു മലയാളീകരിച്ച വേർഷൻ അല്ലെങ്കിൽ ഏറ്റവും ലഘുവായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ അത് മനസ്സിലാക്കി വെക്കാൻ പറ്റുക ആ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. The core of the slippery slope argument is that a specific decision under debate is likely to result in unintended consequences. So, ഇതിനൊരു എക്സാമ്പിൾ ആണ്. If we teach Polly how to drive the car, Polly will wants to learn how to fly helicopters next. So, അങ്ങനെ ഒരു കാര്യം ഉണ്ടാവോ ഇല്ലാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. സോ പക്ഷെ ഇത് ചെയ്തെന്ന് കരുതി അത് അങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ അതിനൊരു അൺഇന്റന്റഡ് കോൺസിക്വൻസസിലേക്ക് എത്തിച്ചേർക്കുന്ന രീതിയിലുള്ള ആർഗ്യുമെന്റ്. ഞാൻ തിങ്കള് ചൊവ്വ അതിന്റെ ഇടയില് നാളെ വെള്ളിയാണ്. Somebody's mic is on, please turn off. So, okay. ഇതാണ് സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി എന്നുള്ളത്. അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഇഫ് വി ടീച്ച് പോളി ഹൗ ടു ഡ്രൈവ് ദ കാർ, പോളി വിൽ വാണ്ട്സ് ടു ലേൺ ഹൗ ടു ഫ്ലൈ ഹെലികോപ്റ്റേഴ്സ് നെക്സ്റ്റ് എന്നുള്ളത്. സോ നമ്മൾ രണ്ട് ടൈപ്സ് ഓഫ് ഫാലസി ഇപ്പോൾ കവർ ചെയ്തു. അപ്പീൽ ടു ഇഗ്നോറൻസ്. അപ്പീൽ ടു ഇഗ്നോറൻസ് എന്നുള്ളത് ഒരു കാര്യം ഒരാൾ അത് റോങ് ആണ് അല്ലെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് തെളിയിക്കാത്തിടത്തോളം നമ്മൾ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം അതിൽ വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും അപ്പീൽ ടു ഇഗ്നോറൻസ് എന്നുള്ളത്. സ്ലിപ്പറി സ്ലോപ്പ് ഒരു ചെറിയ കാര്യം അതിങ്ങനെ കുറെ കടന്നുപോയി ഒരു വലിയ റിസൾട്ടിലേക്ക് എത്തിക്കുന്നുള്ള ഒരു ധാരണയാണ് സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി.
സോ കമ്മിങ് ടു ഹേസ്റ്റി ജനറലൈസേഷൻ. സോ ഹേസ്റ്റി ജനറലൈസേഷൻ ഒക്കെ നമുക്ക് റിയൽ ലൈഫിൽ നിന്ന് ഒരുപാട് എക്സാമ്പിൾ എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഹേസ്റ്റി ജനറലൈസേഷൻ എന്നുള്ളത്. സോ ദീസ് ആർ ജനറൽ സ്റ്റേറ്റ്മെന്റ് വിത്തൗട്ട് സഫീഷ്യന്റ് എവിഡൻസ് ടു സപ്പോർട്ട് ദം. സോ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് പറയും, പക്ഷെ അതിന് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് പറയാനുള്ള ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള എവിഡൻസ് ഒന്നും ഉണ്ടാവില്ല. സോ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇതിപ്പം നാട്ടിൻപുറത്തായാലും ടൗൺസിലൊക്കെ ആയാലും ഇങ്ങനെ ആൾക്കാരെ കമന്റ് അടിക്കുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്സ് ഓഫ് ആൾക്കാരുണ്ടാവും. സോ അവരിങ്ങനെ ഇരിക്കുകയാണ്. സോ അവരെന്തെങ്ങാനും ന്യൂസിലോ അല്ലെങ്കിൽ ഫിലിമിലോ ഒക്കെ കണ്ടിട്ടുണ്ടാവും ഏതോ ഒരു കഞ്ചാവ് കേസിലെ പ്രതി. ഹിസ് അപ്പിയറൻസിസ്, അദ്ദേഹത്തിന് ഒരു നീളമുള്ള മുടിയുണ്ട്, കുറച്ച് നീളമുള്ള താടിയുണ്ട്. സോ വൺസ് എന്താണ് ആ ഒരു ഏജ് കാറ്റഗറിയിലെ ആൾക്കാർ കുറച്ച് മുടിയൊക്കെ വളർത്തി ടൗണിലേക്ക് ഇറങ്ങിയാൽ എന്ത് പറയും? മറ്റേതാ എന്താ കഞ്ചാവാണ്. അതെങ്ങനെ അറിയാം? അത് അവന്റെ മുടി കണ്ടാൽ അറിയാം. ഇതാണ് ഹേസ്റ്റി ജനറലൈസേഷൻ. ഓൻ കഞ്ചാവാണെന്ന് പറയാൻ മാത്രമുള്ള എവിഡൻസ് ഒന്നും ആരുകയിൽ ഉണ്ടാവില്ല, ഈ പറയുന്ന ആളുകളിൽ ഉണ്ടാവുള്ളൂ. എന്നോ ഒരു ചെറുനടന്ന ഒരു മൈനർ ഇൻസിഡന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് വെച്ചിട്ട് ഒരിക്കലും പറയുന്ന ക്ലെയിംസിന് അല്ലെങ്കിൽ പറയുന്ന സ്റ്റേറ്റ്മെന്റിനുള്ള എവിഡൻസ് ഒന്നും സഫീഷ്യന്റ് ആയിട്ടുള്ള എവിഡൻസ് ഒന്നും ഇല്ലാതെ നടത്തുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഹേസ്റ്റി ജനറലൈസേഷൻ. ആ ടേം തന്നെ നമുക്ക് കിട്ടും ഹേസ്റ്റി ജനറലൈസേഷൻ ഉള്ളത്. സോ ദേ ആർ ജനറൽ ക്ലെയിംസ് ഹേസ്റ്റിലി മെയ്ഡ്, hence they commit some sort of illicit assumption, stereotyping, unwarranted conclusion or exaggeration. സോ അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടാകാം? അല്ലെങ്കിൽ അത് സ്റ്റീരിയോടിപ്പിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഒരു ഗ്യാരണ്ടി ഒന്നും ഇല്ലാത്ത ഒരു കൺക്ലൂഷനിലേക്ക് എത്താം, അല്ലെങ്കിൽ എക്സാഗറേഷൻ. ഇതൊക്കെ നടക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിൽ വരികയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിന്റെ ഫാലസി ആണ് ഹേസ്റ്റി ജനറലൈസേഷൻ എന്നുള്ള ഫാലസി. ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് some teenagers in our community recently vandalized the park. Teenagers are so irresponsible and destructive. സോ ഒരു ചെറിയ കൂട്ടം ടീനേജേഴ്സ് എവിടെയോ ഒരു പാർക്കിൽ വാൻഡലൈസേഷൻ നടത്തി എന്ന് കരുതി എല്ലാ ടീനേജേഴ്സും ഭയങ്കര ഇറസ്പോൺസിബിൾ ആണ്, ഡിസ്ട്രക്റ്റീവ് ആണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരു ജനറലൈസേഷൻ നടത്തലാണ് ഹേസ്റ്റി ജനറലൈസേഷൻ എന്നുള്ളത്. ഓക്കെ, സോ അതിന്റെ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ since my friend likes to eat a lot of chicken and Pepsi and he is healthy, I can say that chicken and Pepsi are really healthy and don't make a person unhealthy. So ഇതൊക്കെ ഒരു മൈനർ എവിഡൻസ് ആയിരിക്കും. ചിക്കനും പെപ്സിയും ഒക്കെ സ്ഥിരം കഴിച്ചിട്ട് ഒരാൾ എന്തായിരിക്കില്ല, ഹെൽത്തി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അതിൽ അയാൾ അതിനനുസരിച്ചുള്ള ഒരു വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അതൊരു മൈനർ കേസ് ആയിരിക്കും, എന്താണ് ഒരു എക്സെപ്ഷണൽ കേസ് ആയിരിക്കും. പക്ഷെ അങ്ങനെ കരുതി ചിക്കനും പെപ്സിയും ഭയങ്കര ഹെൽത്തിയാണ്, ചിക്കനും പെപ്സിയും കഴിച്ചാൽ ഹെൽത്തി ആയിരിക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നതാണ് ഹേസ്റ്റി ജനറലൈസേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് കിട്ടിയില്ലേ ആ ഫാലസി എന്താണെന്ന് കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. മൂന്നാമത്തെ ഫാലസി ആണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണ് ഫാൾസ് ഡൈക്കോട്ടമി എന്നുള്ള ഒരു ഫാലസി. സോ ഇതിൽ എന്ന് വെച്ചാൽ എന്താണ്, എപ്പോഴും ഒരു എക്സ്ട്രീം പോയിന്റ് മാത്രമേ അവിടെ ഉള്ള ഓപ്ഷൻ ആയിട്ടുള്ളൂ എന്ന് പറയും. അല്ലെങ്കിൽ യെസ് ആയിരിക്കും അവിടെ ഉള്ളതെന്ന് ഓപ്ഷൻ, അല്ലെങ്കിൽ നോ ആയിരിക്കും എന്നുള്ള രീതിയിൽ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം. ഇടയിൽ എന്താണ് അതിൽ രണ്ടോ മൂന്നിൽ കൂടുതലോ ഓപ്ഷൻസ് അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ, ഒരു സമന്വയമുള്ള ഒരു എന്താണ് ഓപ്ഷനും അവിടെ ഉണ്ടാവും. പക്ഷെ എന്ത് ചെയ്യും, ഒരു ഫാൾസിൽ ഇങ്ങനെ ഫ്രെയിം ചെയ്യണം, അവിടെ ഒന്നുമില്ലെങ്കിൽ അവിടെ പോകണം, അല്ലെങ്കിൽ ഇതായിരിക്കും, ആ രീതിയിലുള്ള രണ്ട് ഓപ്ഷൻസ് മാത്രം കൊടുത്ത് ലോക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ഫാൾസ് ഡൈക്കോട്ടമി. നമുക്ക് ആ എക്സാമ്പിൾ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ മനസ്സിലാവും. A false dichotomy occurs when someone falsely frames an issue having only two options, even though more possibilities exist. എന്താണ്, രണ്ടോ അതിൽ കൂടുതൽ ഓപ്ഷൻസ് അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന രണ്ട് ഓപ്ഷൻസിന്റെ ഇടയിലുള്ള ഒരു മീഡിയേറ്റിംഗ് ഓപ്ഷൻ ഉണ്ടാവും. പക്ഷെ എന്ത് തോന്നിക്കും, ഈ രണ്ട് കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ യെസ് ആയിരിക്കണം അല്ലെങ്കിൽ നോ ആയിരിക്കണം എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റിനെ അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റിനെ ഫാൾസ്ലി ഫ്രെയിം ചെയ്യുന്നതാണ് ഫാലസി ഓഫ് ഡൈക്കോട്ടമി അല്ലെങ്കിൽ ഫാലസി ഓഫ് ഡൈക്കോട്ടമി എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ ആണ്, either you let me go to Las Vegas for vacation or I will be miserable for the rest of life. I am sure you don't want to see me miserable, so you have a clear decision to allow me to go for a vacation. So ഇതാണ് എന്ത് ഫാൾസ് ഡൈക്കോട്ടമി എന്നുള്ളത്. നോക്കുക അവിടെ എന്താണ്, നിങ്ങൾ എന്നെ വിടണം അല്ലെങ്കിൽ എന്റെ ലൈഫ് ഭയങ്കര മിസറബിൾ ആയിരിക്കും, സോ നിങ്ങൾക്ക് എന്റെ ലൈഫ് മിസറബിൾ ആക്കണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിടുക എന്നുള്ള രീതിയിൽ എന്താണ് അവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ടാകാം. ഈ ഒരു വെക്കേഷന് ഈ ഒരു ട്രിപ്പ് പോകാത്ത വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ലൈഫ് മിസറബിൾ ആവുന്നതിൽ നിന്ന് ഒഴിവാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ എൻഗേജ്ഡ് ആവും, ഒക്കെ ഒരു പോസിബിലിറ്റീസ് അവിടെ ഉണ്ട്. ഇവിടെ പോയാൽ മാത്രമേ ലൈഫ് സ്മൂത്ത് ആവും എന്നുള്ള രീതിയിലൊന്നുമില്ല. പക്ഷെ എന്താണ് എങ്കിലും ആ ഒരു രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന എന്താണ് ഫാലസികളാണ് ഫാലസി ഓഫ് ഡൈക്കോട്ടമി എന്ന് പറയുന്നത്. സോ ഇത് ഡിസംബർ 2023 ഉണ്ടായ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇതിലെ ഫാലസി ഏതാണെന്ന് തിരിച്ചറിയാന്നുള്ളത്.
സോ നമ്മളിപ്പോൾ 4 ടൈപ്സ് ഓഫ് ഫാലസി പഠിച്ചു. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചില്ലെങ്കിൽ റിവൈസ് ചെയ്യാൻ നോക്കാം. അപ്പീൽ ടു ഇഗ്നോറൻസ് എന്നുള്ളൊരു ഫാലസി പഠിച്ചു. സോ നമ്മൾ എന്താണെന്നത് പറഞ്ഞു, ഒരു കാര്യം തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാത്തിടത്തോളം കാലം അത് ശരിയാണെന്നുള്ള ഒരു വിശ്വാസമാണ് അപ്പീൽ ടു ഇഗ്നോറൻസ് എന്നുള്ളത്. സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി, ഒരു ചെറിയ കാര്യത്തിൽ തുടങ്ങി അത് ഒരുപാട് കഴിഞ്ഞ് അതിൽ വലിയൊരു അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു കോൺസിക്വൻസ് എന്താണ് അതിലുണ്ടാവും എന്നുള്ളൊക്കെ ഒരു ധാരണ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് ആണ് സ്ലിപ്പറി സ്ലോപ്പ് ഫാലസി എന്നുള്ളത്. മൂന്നാമത്താണ് ഹേസ്റ്റി ജനറലൈസേഷൻ. സോ ഇങ്ങനെ ജനറലൈസ് ചെയ്ത് സംസാരിക്കാം. ഈ ജനറലൈസേഷന് വേണ്ടിയിട്ടുള്ള സഫിഷ്യന്റ് എവിഡൻസും കാര്യങ്ങളും ഉണ്ടാവില്ല. സ്റ്റിൽ ഇങ്ങനെ ജനറലൈസ് ചെയ്ത് സംസാരിക്കുന്ന ആ ഒരു ആർഗ്യുമെന്റിൽ ഉണ്ടാവാൻ പോകുന്ന ഫാലസികളാണ് ഹേസ്റ്റി ജനറലൈസേഷൻ എന്നുള്ളത്. പിന്നെ ഫാൾസ് ഡൈക്കോട്ടമി നമ്മൾ പറഞ്ഞു. സോ നിങ്ങൾ ഇനി ഇതിന്റെ ആൻസർ പറയണം കേട്ടോ. Which informal fallacy is committed in the following statement? I have met 2 people in Greece so far, and they were both nice to me. So all the people I will meet in Greece will be nice to me. ഞാൻ ഗ്രീസിൽ നിന്ന് 2 ആൾക്കാരെ കണ്ടു, 2 ആളും എന്നോട് എന്താണ് നല്ല രീതിയിൽ പെരുമാറി. അതുകൊണ്ട് തന്നെ ഗ്രീസിൽ നിന്ന് ഞാൻ കാണാൻ പോകുന്ന എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ എല്ലാ ഗ്രീസുകാരും ഭയങ്കര നല്ല ആൾക്കാരാണ്. നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. അതിലുള്ള ഫാലസി ഏതായിരിക്കും? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഏത് ഫാലസി ആയിരിക്കും? ഒരു അറ്റംപ്റ്റ് നടത്തുക, സാരില്ല, തെറ്റിയാൽ ഇപ്പൊ എന്താ? ഹേസ്റ്റി ജനറലൈസേഷൻ. വെരി ഗുഡ്. ഹേസ്റ്റി ജനറലൈസേഷൻ ഫാലസി ആണ് അതിലുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്കെല്ലാം കിട്ടിയില്ലേ? എങ്ങനെയാണ് ഫാലസി ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്? ഹേസ്റ്റി ജനറലൈസേഷൻ ഫാലസി ആണ് അത്. സോ 2 ആൾക്കാർ 2 ഇൻസിഡൻസ് മാത്രമേ അയാൾക്ക് എന്താണല്ലോ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ളൂ. സ്റ്റിൽ അയാൾ പറയുകയാണ് എല്ലാവരും അങ്ങനെയാണെന്നുള്ള രീതിയിൽ. അതാണ് ഹേസ്റ്റി ജനറലൈസേഷൻ. ഇനി ഇതിലുള്ള ബാക്കിയുള്ള ഫാലസികൾ ഏത് ടൈപ്പിലാണ്, അതിന്റെ എക്സാമ്പിൾ എങ്ങനെയാണെന്നാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. സോ തന്നിരിക്കുന്നതിൽ റെഡ് ഹെയറിംഗ് ഫാലസി ഉണ്ട്, ബെഗിംഗ് ദ ക്വസ്റ്റ്യൻ ഫാലസി ഉണ്ട്, ഫാൾസ് അനലോഗി. സോ അതിന്റെ ആൻസർ ഹേസ്റ്റി ജനറലൈസേഷൻ ആണ് നമ്മൾ പറഞ്ഞു. സോ അതിന്റെ എക്സ്പ്ലനേഷൻ ബാക്കിയുള്ള ഫാലസികൾ ഏതാണ് നോക്കാം. ഒന്ന് റെഡ് ഹെയറിംഗ് ഫാലസി. സോ Red herring fallacy is a form of logical fallacy or reasoning error that occurs when a misleading argument or question is presented to distract from the main issue or argument at hand. So നമ്മൾ എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മെയിൻ പോയിന്റ് അല്ലെങ്കിൽ മെയിൻ പോയിന്റ് ഓഫ് ഡിസ്കഷന് ഒന്ന് ഡീവിയേറ്റ് ചെയ്യാൻ വേണ്ടി അതിനോട് കാര്യമായിട്ട് ബന്ധമൊന്നുമില്ലാത്ത കുറച്ച് സെന്റിമെന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് റെഡ് ഹെയറിംഗ് ഫാലസി. സോ ഈ റെഡ് ഹെയറിംഗ് ഫാലസി കൂടുതലായിട്ടും കാണുക ഇതിലൊക്കെ ആയിരിക്കും. ഒന്ന് ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ ഒക്കെ സ്പീച്ച് ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. 2 എന്താണ് ഒരാൾക്ക് ആ ഒരു ടോപ്പിക്കിൽ ഇപ്പൊ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തെ അഡ്രസ് ചെയ്യാൻ അയാൾക്ക് താല്പര്യമില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും, ആ വിഷയത്തെ നൈസായിട്ടൊന്ന് ഡീവിയേറ്റ് ചെയ്യും. ഇതാണ് റെഡ് ഹെയറിംഗ് ഫാലസി എന്നുള്ളത്. ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇൻ കേസ് നമുക്കെല്ലാം നമ്മുടെ പാരന്റ്സ് ഫുഡ് ഉണ്ടാക്കി തന്നു. സോ ആ ഒരു ഫുഡ് ഉണ്ടാക്കി തന്നതിൽ അന്ന് ഒരു ചെറിയ രീതിയിലുള്ള ഒരു മിസ്റ്റേക്ക് മേ ബി നമുക്ക് അസ്യൂം ചെയ്യാം, അന്ന് ഉപ്പ് കൂടിപ്പോയി എന്നുള്ളത്. സോ നമ്മൾ എന്ത് പറയും, ഇതിൽ കുറച്ച് ഉപ്പ് അധികമാണല്ലോ എന്ന് പറഞ്ഞു പോയാൽ തിരിച്ച് നമ്മളെ പോരാളി എന്ത് പറയും നമ്മളോട്? ആഫ്രിക്കയിലും സൊമാലിയിലൊക്കെ എത്ര മക്കളാ ഫുഡ് കിട്ടാതെ മരിക്കുന്നത്, നിനക്ക് 5 നേരം ഫുഡ് കിട്ടുന്നതിന്റെ കുഴപ്പമാണ്. ആ ഒരു രീതിയിൽ ശരിക്കും ആ ഉപ്പ് കൂടിപ്പോയി എന്നുള്ള പ്രശ്നത്തെ അഡ്രസ് ചെയ്തിട്ടില്ല. അതെന്റെ കുറച്ച് കൂടിപ്പോയി എന്ന് പറഞ്ഞാൽ തീരാവുന്ന സാധനത്തിന് എന്താണ് അതിലേക്ക് വേറെ രീതിയിലുള്ള കുറെ പുതിയ ടോപ്പിക്സ് ഒക്കെ കൊണ്ടുവന്ന് ആ ഒരു മെയിൻ സബ്ജക്റ്റിന് ഡീവിയേറ്റ് ആവുന്ന രീതിയിലുള്ളതാണ് ഈ റെഡ് ഹെയറിംഗ് ഫാലസി എന്നുള്ളത്. മനസ്സിലായോ? ഇതൊക്കെ ഞാൻ ഏറ്റവും മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന എക്സാമ്പിൾ ആണ് കേട്ടോ. സോ ഇതില് നമുക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ട് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, I understand you want to know what happened at office. So ആ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം നടന്നിട്ടുണ്ടാണോ? സോ ആ ഓഫീസിൽ നടന്ന പ്രശ്നത്തെ പറ്റി നിനക്ക് അറിയണം എന്ന് എനിക്കറിയാം. പക്ഷെ എന്താ നമ്മളിപ്പോ എന്തിനാ ഈ ഓഫീസിൽ നടക്കുന്ന പ്രശ്നത്തെ പറ്റി ആലോചിക്കുന്നത്? നമുക്ക് ഈ ഗവൺമെന്റിന് ഈ വർഷത്തെ ഭരണം കൊണ്ടുപോകാനുള്ള ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടോ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ട്രഷറിയിൽ പൈസ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്താൽ പോരെ എന്നുള്ള രീതിയിൽ. അതാണ് റെഡ് ഹെയറിംഗ് ഫാലസി. ശരിക്കും ആ ഒരു ഓഫീസിൽ അന്ന് നടന്ന ആ ഒരു ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യാതെ ഗവൺമെന്റിന്റെ സാമ്പത്തിക ഭദ്രതയെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ ഒരു മെയിൻ പോയിന്റ് ഓഫ് ഡിസ്കഷന് ഡീവിയേറ്റ് ചെയ്തിട്ട് ആ ഒരു മെയിൻ പോയിന്റിന് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു പുതിയൊരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ആ ഒരു ചർച്ചയെ ഡീവിയേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് റെഡ് ഹെയറിംഗ് ഫാലസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ അല്ലേടാ? അതെ, ക്ലിയർ ആണ്. നോട്ട് ചെയ്യട്ടോ ഓരോ ഫാലസിന്റെ പേരും.
നിങ്ങൾക്ക് അതിനെങ്ങനെ മലയാളത്തിൽ ലഘൂകരിക്കാൻ പറ്റും? ഇങ്ങനെ. സോ ഒന്ന് മാത്രമേ നമുക്ക് ആ എക്സാം ഹാളിൽ നിന്ന് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ബെഗിങ് ദ ക്വസ്റ്റ്യൻ ഫാലസി. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഫാലസിയാണ് ബെഗിങ് ദ ക്വസ്റ്റ്യൻ ഫാലസി. സോ എന്താണ് ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് ആദ്യം നോക്കാം, അപ്പൊ നമുക്ക് കുറച്ചും കൂടിയൊക്കെ മനസ്സിലാവും. ദ ആപ്പിൾ ഐഫോൺ ഈസ് ദ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ ഓൺ ദ പ്ലാനറ്റ്സ് ബിക്കോസ് no one makes a better smartphone than Apple makes. ഇതെന്താണ്? തുടക്കത്തിൽ പറഞ്ഞു ആപ്പിളിന്റെ ഐഫോൺ ആണ് ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്നുള്ളത്. സോ എന്തുകൊണ്ടാണ് അത് പറയുന്നത് എന്നുള്ളതിന്റെ ഒരു സയന്റിഫിക് റീസൺ ഉണ്ടോ? ഇല്ല. കാരണം ആപ്പിൾ ആണ് ഏറ്റവും നല്ല സ്മാർട്ട് ഫോൺ ഇറക്കുന്ന കമ്പനി. സോ നിങ്ങൾക്ക് മനസ്സിലായോ? തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു പ്രിമൈസ് തന്നെയാണ് കൺക്ലൂഷനിലായിട്ട് വന്നിട്ടുള്ളത്. അതാണ് ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്നുള്ളത്. It occurs when an argument premises assume the truth of conclusion. ആ ഒരു ആർഗ്യുമെന്റിന്റെ പ്രിമൈസസ് തന്നെയായിരിക്കണം ആ ഒരു കൺക്ലൂഷൻ. ആ ഒരു സർക്കിൾ പോലെയാണ് അത് ഉണ്ടാവുന്നത് ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്നുള്ളത്. സോ അതിന്റെ ഈ ഒരു ഫാലസി അറിയപ്പെടുന്ന വേറൊരു പേരാണ് പെറ്റീഷ്യോ പ്രിൻസിപ്പി എന്നുള്ളത്. ഇതാണ് ബെഗിങ് ദ ക്വസ്റ്റ്യൻ ഫാലസി എന്നുള്ളത്. ഓക്കെ, ഇനി ഫാൾസ് അനലോഗി. സോ ഫാൾസ് അനലോഗി എന്നുള്ളത് രണ്ട് ആൾക്കാർ തമ്മിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രണ്ട് ഇൻസിഡന്റ് തമ്മിൽ ഏതോ ഒരു കേസിൽ അവർ തമ്മിലൊരു സാമ്യത ഉണ്ട് എന്ന് കരുതി അവർ രണ്ടാളും എൻഗേജ് ആവുന്ന എല്ലാ രീതിയിലും ആ ഒരു സാമ്യതകൾ ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫാലസിയാണ് ഫാൾസ് അനലോഗി എന്നുള്ളത്. ഫാൾസ് അനലോഗി ഇസ് ദ അസംഷൻ ദാറ്റ് ഇഫ് ടു തിങ്സ് ആർ ലൈക്ലി ഓൺ വൺ റിഗാർഡ്, ഏതോ ഒരു കാര്യത്തിൽ അവർ തമ്മിലൊരു മാച്ച് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ദേ മസ്റ്റ് ബി അലൈക്ക് ഇൻ അതർവൈസ്. അതുകൊണ്ട് തന്നെ അവർ രണ്ടാളും ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ഒരുപോലെ തന്നെ ആയിരിക്കും എന്നറിയാം. സോ ഇത് നമ്മൾ വീക്ക് അനലോഗി എന്നും ഫോൾട്ട് അനലോഗി എന്നുള്ള പേരിലും അറിയപ്പെടാറുണ്ട്. സോ അതിന്റെ ഒരു എക്സാമ്പിൾ, ബോത്ത് എ ആൻഡ് ബി ഡ്രൈവ് പിക്കപ്പ് ട്രക്സ്. എയും ബിക്കും എന്തറിയാം? പിക്കപ്പ് വാഹനം ഓടിക്കാൻ അറിയാം. സോ എ എന്ന് പറയുന്നത് ടീച്ചറാണ്, അതുകൊണ്ട് എക്കും ബിക്കും പിക്കപ്പ് വാഹനം ഓടിക്കാൻ അറിയാം. എ ടീച്ചറാണ്, അതുകൊണ്ട് ബിയും ടീച്ചറാണ്. ആ ഒരു രീതിയിലുള്ള, സോ ആദ്യം അവർ തമ്മിലുള്ള റിലേഷൻ പറയും, പിന്നീട് അവർ തമ്മിലുള്ള കണക്ട് ആവാത്ത ഏതെങ്കിലും രണ്ട് സാധനത്തിൽ വെച്ച് കണക്ട് ചെയ്യും. ഇതാണ് ഫാലസി ഓഫ് ഫാൾസ് അനലോഗി എന്നുള്ളത്. ക്ലിയർ ആണോ? ഇനി തന്നിരിക്കുന്ന ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഏതോ ഒരു ഫാലസി ആയിരിക്കും, നിങ്ങൾ പറയണം അതേതാണ്. ഓക്കെ, ഐഡന്റിഫൈ ദ ഫാലസി കമ്മിറ്റഡ് ഇൻ ദ ഫോളോയിങ് ആർഗ്യുമെന്റ്. Capital punishment is morally wrong because it is ethically impermissible to inflict death as punishment for crime. I'm so happy that you are responding. നിങ്ങളൊക്കെ പറഞ്ഞ ആൻസർ തന്നെയാണ് കറക്റ്റ് ആൻസർ. സി നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നുള്ളത് മോറലി റോങ് ആണ്. അതെന്തുകൊണ്ടാണ് മോറലി റോങ് ആണത്? അത് എത്തിക്കലി ഒരാളെ ജീവിതം എടുക്കരുത്, ഒരാളുടെ ജീവൻ എടുക്കാൻ നമുക്ക് പെർമിഷൻ ഇല്ല. രണ്ടും സെയിം ആണ്. ആ ഒരു എന്താണ് ആ ഒരു സെന്റൻസ് ഉദ്ദേശിക്കുന്ന ആ ഒരു വാക്യം സെയിം ആണ്. കൺക്ലൂഷൻ എന്നുള്ളത് ആ ഒരു പ്രിമൈസിനെ തന്നെയാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്യിക്കുന്നത്. അല്ലാതെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നുള്ളത് മോറലി റോങ് ആന്ന് പറഞ്ഞ് അതിനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഒരു റാഷണലോ അല്ലെങ്കിൽ സയന്റിഫിക് പോയിന്റോ അതിന് താഴെ കൊടുത്തിട്ടില്ല. എന്താണോ ഫസ്റ്റ് പ്രിമൈസിൽ പറഞ്ഞത് അത് തന്നെയാണ് പിന്നീട് റിപ്പീറ്റേഷൻ ആയിട്ട് കൺക്ലൂഷനിൽ വരുന്നത്. ഈ ഒരു ടൈപ്സ് ഓഫ് ഫാലസിയാണ് നമ്മൾ എന്ത് വിളിച്ചിട്ടുള്ളത്? ബെഗിങ് ദ ക്വസ്റ്റ്യൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. Okay, so the correct answer is option C, begging the question. ഇനി അതല്ലാത്ത ബാക്കിയുള്ള ഫാലസികൾ എങ്ങനെയാണ്, അതിന്റെ എക്സാമ്പിൾസ് എന്താണെന്ന് നമുക്ക് നോക്കാനുള്ളത്. സോ എന്താണ് ടു റോങ്സ് മേക്ക് എ റൈറ്റ്? അതൊരു ഫാലസി ആണ് കേട്ടോ. ടു റോങ്സ് മേക്ക് എ റൈറ്റ് എന്ന് പറയുന്നത് സോ എന്താണ് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാലസിയാണ്. നമ്മൾ ഒരാൾ ചെയ്തിട്ടുണ്ടായിരുന്ന എന്താണ് സോ കോൾഡ് ശരിയല്ലാത്ത ഒരു ആക്ഷനെ പിന്നെയും വേറൊരു തെറ്റിനെ തെറ്റുകൊണ്ട് ന്യായീകരിക്കുക എന്നുള്ളത് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് അതിനെ പറയാം. ടു റോങ്സ് മേക്ക് എ റൈറ്റ്. മലയാളത്തിൽ ഇങ്ങനെ പഠിച്ചു നോക്കാം, തെറ്റിനെ തെറ്റുകൊണ്ട് തന്നെ ന്യായീകരിക്കുക. അതാണ് ടു റോങ്സ് മേക്ക് എ റൈറ്റ്. സോ ഇഫ് യു ട്രൈ ടു ജസ്റ്റിഫൈ ആൻ ആക്ട് ഓർ ബിലീഫ് ബൈ പോയിന്റിംഗ് ഔട്ട് ഇൻ അതേഴ്സ് എ സിമിലർ ആക്ട് ഓർ ബിലീഫ്. Everyone is cheating on this week's exam. എല്ലാവരും ഈ വീക്കിലെ എക്സാമിൽ കോപ്പി അടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സോ ഇഫ് ഐ ഡു ഇറ്റ് ടു ഇറ്റ് ഈസ് നോട്ട് റിയലി റോങ്. സോ അയാൾ ചെയ്യുന്നത് തെറ്റാണ്, എല്ലാവരും ചെയ്യുന്നത് തെറ്റാണ്. സോ എല്ലാവരും ചെയ്യുന്നത് തെറ്റ് എന്താണ്, എല്ലാവരും ആ തെറ്റ് ചെയ്യണം എന്ന് കരുതി ഞാനും ചെയ്താൽ ആ തെറ്റല്ലാതാവുന്നില്ല. അതാണ് ടു റോങ്സ് മേക്ക് എ റൈറ്റ് എന്നുള്ള ഫാലസി. ഓക്കെ,
അതിന് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദിസ് കോർപ്പറേഷൻ ഹാസ് ട്രീറ്റഡ് ഇറ്റ്സ് എംപ്ലോയീസ് ടെറിബിളി സോ ഇഫ് ഐ സ്റ്റീൽ സംതിങ് ഫ്രം ഇറ്റ് ദാറ്റ്സ് ഓക്കെ. സോ ആ ഒരു കമ്പനി, ആ ഒരു കോർപ്പറേഷൻ എന്നുള്ളത് ആ എംപ്ലോയീസിനെ നല്ല രീതിയിൽ ചൂഷണം ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സോ ഞാൻ ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു കോർപ്പറേഷനിൽ കുറച്ചൊക്കെ മോഷ്ടിച്ചാൽ എന്തല്ല, അത് തെറ്റില്ല. സോ അതെന്താണ്, കോർപ്പറേഷൻ എംപ്ലോയീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതും റോങ് ആണ്, ഇദ്ദേഹം ആ ഒരു കോർപ്പറേഷന്റെ അസറ്റ് സ്റ്റീൽ ചെയ്യുന്നത് റോങ് ആണ്. ഈ രണ്ട് റോങ്ങും രണ്ടാളും ആ റോങ് ചെയ്യുന്നത് കരുതി എന്താണ്, അത് റൈറ്റ് ആവും, അത് ശരിയാവും എന്നുള്ള ആ ഒരു ധാരണയാണ് ഫാലസി ആയി മാറുന്നത്. ടു റോങ് മേക്സ് എ റൈറ്റ് എന്നുള്ള ഫാലസി. ക്ലിയർ ആണോ? നമ്മൾ ഒരുപാട് ഫാലസികളൊക്കെ കടന്നുപോയിട്ടോ, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഇങ്ങനെയാണ് അഡ് ഹോമിനം ഫാലസി എന്നുള്ളത്. സോ അഡ് ഹോമിനം ഫാലസിയും നമുക്ക് ഈ പൊളിറ്റിക്സിലൊക്കെ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫാലസിയാണ് അഡ് ഹോമിനം എന്നുള്ളത്. സോ അഡ് ഹോമിനം എന്ന് പറയുന്നത് അതിന്റെ ഒരു ലാറ്റിൻ ടേം എന്നുള്ളത് അഗൈൻസ്റ്റ് ദ മാൻ എന്നുള്ളതാണ്. സോ അഗൈൻസ്റ്റ് ദ മാൻ, ഇതിന്റെ ഏറ്റവും എന്താണ്, അതിന്റെ ഒരു മലയാളീകരിച്ച വേർഷൻ പറഞ്ഞുതരാണെങ്കിൽ അഡ് ഹോമിനം എന്നുള്ളത് ഒരു മനുഷ്യൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്സിനെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം ആസ് എ പേഴ്സൺ അദ്ദേഹത്തിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക എന്നുള്ളതാണ് അഡ് ഹോമിനം. ഓക്കെ, ഒരു മനുഷ്യൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ എന്താണ്, അതിനെ ഒന്ന് എന്താണ് ആർഗ്യുമെന്റിനെ നമ്മളെ അറ്റാക്ക് ചെയ്യില്ല, ആർഗ്യുമെന്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് പകരം ആ ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അയാൾ ഹോൾഡ് ചെയ്യുന്ന ഐഡിയോളജി അല്ലെങ്കിൽ അയാളുടെ വിശ്വാസത്തെയൊക്കെ എതിർക്കുന്ന രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് തിരിച്ചു പറയുക എന്നുള്ളതാണ് അഡ് ഹോമിനം ഫാലസി എന്നുള്ളത്. ഓക്കെ, this fallacy occurs when instead of addressing someone's argument or position, അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ആർഗ്യുമെന്റ്സിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാദങ്ങളെയോ എന്താണ് അഡ്രസ് ചെയ്യുന്നതിന് പകരമായിട്ട് അദ്ദേഹത്തെ യാതൊരു റെലവൻസ് ആ ഒരു തന്നിരിക്കുന്ന സബ്ജക്റ്റിൽ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ആ ഒരു ഡിസ്കഷനിൽ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിക്കൊന്നും യാതൊരു തരത്തിലുള്ള റെലവൻസും ഒന്നുമില്ല, irrelevantly attack the person or some aspect of the person who is making the argument. ഇതാണ് ad hominem fallacy എന്നുള്ളത്. ഓക്കെ, സോ ഇപ്പൊ എന്താണ് ക്ലാസ്സിലൊക്കെ ആരെങ്കിലൊക്കെ പൊതുവെ എന്താണ് ഈ ഒരു നോട്ട് ഓൾ ടീച്ചേഴ്സ് ആർ ഗുഡ് അങ്ങനെ ഉണ്ടല്ലോ, ചില ടീച്ചേഴ്സിനൊക്കെ ഉണ്ടാവും ഒരു സ്വഭാവം, പെട്ടെന്ന് ആരെങ്കിലൊക്കെ എന്താണ് ഒരു ആൻസർ പറഞ്ഞാൽ, ഇപ്പൊ ആ കുട്ടി ആ ഒരു ക്ലാസ്സിലെ ടോപ്പർ അല്ലാത്തൊരു കുട്ടി ആൻസർ പറഞ്ഞാൽ ആ ടീച്ചർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ആ ഒരു രീതിയിലുള്ളതൊക്കെ ഈ അഡ് ഹോമിനം എന്നുള്ള എന്താണ് ഒരു ഫാലസിക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഡോണ്ട് ലിസൺ ടു PM's ആർഗ്യുമെന്റ് ഓൺ എഡ്യൂക്കേഷൻ, ഹി ഡിഡ്ന്റ് ഈവൻ കംപ്ലീറ്റ് ദ ഗ്രാജുവേഷൻ. സോ എന്താണ് പ്രൈം മിനിസ്റ്റർ, നമ്മുടെ കൺട്രിയിൽ തന്നെ ആയിരിക്കണം എന്നില്ല, ഏതെങ്കിലുമൊക്കെ ഒരു കൺട്രിയിലെ ഒരു പ്രൈം മിനിസ്റ്റർ ഒരു മുന്നോട്ട് ഒരു എഡ്യൂക്കേഷനെ പറ്റി ഒരു നയം കൊണ്ടുവന്നു അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ് ഇറക്കി. സോ ആ നയത്തിൽ അല്ലെങ്കിൽ ആർഗ്യുമെന്റിൽ ഉണ്ടാവുന്ന ശരി തെറ്റുകളൊക്കെ വിമർശിക്കുന്നതിന് പകരം എന്താണ് ആ ഒരു പ്രൈം മിനിസ്റ്ററിന്റെ ആ ഒരു പേഴ്സണാലിറ്റി എന്താണ് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് അഡ് ഹോമിനം ഫാലസി എന്നുള്ളത്. ഓക്കെ, നീ പറഞ്ഞതുകൊണ്ട് അത് ശരിയാവില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മളൊരു തമാശ പറയാറില്ലേ, അതൊക്കെ അഡ് ഹോമിനം ഫാലസിയാണ്. അത് അവിടെ ശരിയാവും, പക്ഷെ അത് ഇയാൾ പറഞ്ഞത് കൊണ്ട് അത് ശരിയാവുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ആ ഒരു പേഴ്സണെതിരെ തിരിയുമ്പോഴാണ് അത് അഡ് ഹോമിനം ഫാലസി ആവുന്നത്. I figured that you could not possibly get it right, so I ignored your comment. നിനക്ക് അതെന്തായാലും ശരിയായിട്ട് കിട്ടൂല എന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് എന്റെ കമന്റിനെ ഞാൻ ഇഗ്നോർ ചെയ്തു. ഐഡന്റിഫൈ ദ ഫാലസി. Bandwagon fallacy, ad hominem, false dichotomy, appeal to force. ഏതാണ്? Ad hominem. Very good. Ad hominem fallacy. ഇത് ആദ്യമായിട്ട് ഫാലസി പഠിക്കുന്നതാണോ നിങ്ങൾ? ഐ മീൻ ആരെങ്കിലൊക്കെ മുന്നേ ഫാലസി പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, സ്റ്റിൽ യു ആർ റെസ്പോണ്ടിങ് ഇറ്റ് റൈറ്റ്ലി. ഹാപ്പി, അതുകൊണ്ടാണ് ചോദിച്ചത്. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ ഒരു സന്തോഷം. ഓക്കെ, ഇതിന്റെ ആൻസർ ഫാലസി ഓഫ് അഡ് ഹോമിനം എന്നുള്ളതാണ്. ആ ഒരു മനുഷ്യൻ ആ ഒരു വ്യക്തിനെ എന്താണ് ഇന്നൊരാൾ അഡ്വർടൈസ്മെന്റ് ചെയ്തതുകൊണ്ട് ആ ഒരു പ്രൊഡക്റ്റ് നല്ലതായിരിക്കണം എന്നില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ എടുക്കുന്ന കമന്റ്സ് ഒക്കെ പലപ്പോഴും എന്താണ് ഫാലസി ഓഫ് അഡ് ഹോമിനം ആണ്. ഇനി എക്സ്പ്ലനേഷൻ, അത് ബാക്കിയുള്ള ഫാലസികളിലേക്ക് വരികയാണെങ്കിൽ ബാക്കി നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്ന ഫാലസി എന്നുള്ളത് ബാൻഡ് വാഗൺ ഫാലസി എന്നും പിന്നെ അത് അപ്പീൽ ടു ഫോഴ്സും പിന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫാൾസ് ഡൈക്കോട്ടമി. സോ ഈ ഒരു ടൈപ്പിലുള്ള ഒരു 5-6 ഇൻഫോർമൽ ഫാലസീസ് തന്നെയാണ് NTA തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാറുള്ളത്. ഓക്കെ, ഇനി ബാൻഡ് വാഗൺ ഫാലസിലേക്ക് വരികയാണെങ്കിൽ
അതിലെന്ന് വെച്ചാൽ അത് മെജോറിറ്റി ഒരു കാര്യം ചെയ്യുന്നെന്ന് കരുതി ആ കാര്യമാണ് ശരി, അല്ലെങ്കിൽ ആ രീതിയിൽ ചെയ്യുമ്പോൾ മാത്രമേ അത് ശരിയാവുള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരാൾ ഒരു ആർഗ്യുമെന്റ് ഇറക്കിയാൽ അതിലുള്ള ഫാലസി എന്നുള്ളത് ബാൻഡ് വാഗൺ ഫാലസിയാണ്. ഓക്കെ, ഒരു മെജോറിറ്റി ചെയ്യുന്നെന്ന് കരുതി അത് ശരിയാണെന്നുള്ള നമ്മളെ വിശ്വാസം, അതൊക്കെയാണ് ബാൻഡ് വാഗൺ ഫാലസി എന്നുള്ളത്. സോ ദ ബാൻഡ് വാഗൺ ഫാലസി ഓൾസോ നോൺ ആസ് അപ്പീൽ ടു ദ മാസസ്. കണ്ട ഇതിലുണ്ട് അപ്പീൽ ടു ദ മാസസ് ഓർ അപ്പീൽ ടു കോമൺ ബിലീഫ്. It is the logical fallacy of claiming that something is true because everyone believes it. എല്ലാവരും ആ ഒരു വിശ്വാസം കീപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ എല്ലാവരും ആ ഒരു കാര്യം ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ആ കാര്യമാണ് ശരി. അതാണ് എന്തുള്ളത് ബാൻഡ് വാഗൺ ഫാലസി എന്നുള്ളത്. സോ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എവരിവൺ ഈസ് ഡൂയിങ് കീറ്റോ ഡയറ്റ് ടു ലോസ് വെയിറ്റ്. നിങ്ങൾക്ക് കീറ്റോ ഡയറ്റ് എന്താണെന്ന് കേട്ടിട്ടുണ്ടാവല്ലോ. ആ ഒരു കാലത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു വെയിറ്റ് റെഡ്യൂസിങ് ഡയറ്റ് മെക്കാനിസം ആണ് കീറ്റോ ഡയറ്റ് എന്നുള്ളത്. സോ അതൊന്നും നമ്മൾ അറിഞ്ഞിരിക്കണ്ട. കാർബോഹൈഡ്രേറ്റിന്റെ കൺസംഷൻ കുറച്ച് ബാക്കി ചിക്കനും ഫിഷൊക്കെ കഴിക്കുക എന്നുള്ള രീതിയിൽ. സോ ആ ഒരു തരത്തിലുള്ള ഡയറ്റ് ഒരിക്കൽ ട്രെൻഡ് ആയിട്ടുണ്ടായിരുന്നു. സോ എന്താണ് എല്ലാവരും തടി കുറക്കുന്നത് കീറ്റോ ഡയറ്റ് ചെയ്തിട്ടാണ്. അഥവാ ഇനി നിനക്ക് തടി കുറക്കണമെങ്കിൽ നീയും മസ്റ്റ് ആയിട്ട് കീറ്റോ ഡയറ്റ് ചെയ്യണം. സോ അതിലൊരു എററില്ലേ? കീറ്റോ ഡയറ്റ് അല്ലാതെ വേറെ എത്രയോ ആൾട്ടർനേറ്റീവ്സിലൂടെ നമുക്ക് നമ്മുടെ വെയിറ്റ് കുറക്കാം. പക്ഷെ എല്ലാവരും അത് ചെയ്യുന്നു, അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരും അത് ചെയ്യുന്നത് കൊണ്ട് നീയും അത് ചെയ്യണം. സോ ആ ഒരു രീതിയിലുള്ള ആർഗ്യുമെന്റിൽ ഉണ്ടാവുന്ന ഫാലസികളാണ് ബാൻഡ് വാഗൺ ഫാലസി എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? നമ്മളിങ്ങനെ ട്രെൻഡിനെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ മെജോറിറ്റിനെ ഫോളോ ചെയ്യുക എന്നുള്ളതിലാണ് ഈ ഒരു ബാൻഡ് വാഗൺ ഫാലസി ഉള്ളത്. നിങ്ങൾക്ക് ഈ എന്താണ് ഈ ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യുന്നത് സമയത്ത് ഈ ഓരോ സ്കിൻ കെയർ പ്രൊഡക്ട്സിന്റെ ഒക്കെ കാണാം. ഒരിക്കലും ഒരാൾ ഈ നാസിനിമൈഡ് സെറം ഇൻട്രൊഡ്യൂസ് ചെയ്ത പിന്നെ കുറെ കാലത്തേക്ക് എല്ലാവരും നാസിനിമൈഡ് സെറം അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ. സോ ആ ഒരു കാലഘട്ടത്തിൽ ട്രെൻഡ് ആവും. ഒരാൾ അത് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്താലാണ് നമ്മുടെ സ്കിന്നിന്റെ പ്രോബ്ലംസ് ഒക്കെ ക്യൂർ ആക്കാൻ പറ്റുക എന്നുള്ള രീതിയിൽ. അതാണ് ബാൻഡ് വാഗൺ ഫാലസി എന്നുള്ളത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇനി അപ്പീൽ ടു ഫോഴ്സ് എന്നുള്ളത് അതിൽ ഉണ്ട്. എന്താണ് ത്രെട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പവർ ഉപയോഗിച്ചിട്ട് ഒരു ആർഗ്യുമെന്റ് അവിടെ ക്ലെയിം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ആർഗ്യുമെന്റിൽ ശരിയുണ്ടെന്നുള്ള വാദിക്കുമ്പോൾ വരുന്ന ഫാലസിയാണ് അപ്പീൽ ടു ഫോഴ്സ് ഫാലസി എന്നുള്ളത്. എ ഫാലസി കമ്മിറ്റഡ് വെൻ ആൻ ആർഗ്യർ അപ്പീൽസ് ടു ഫോഴ്സ് ഓർ to the threat of force to make someone accepts a conclusion. ആ ഒരു കൺക്ലൂഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്നര ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ഫോഴ്സ് ഉപയോഗിക്കുന്നുള്ള രീതിയിൽ പറയുക, ഇതൊക്കെ ചെയ്തിട്ട് ഒരാൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കുന്ന ആ ഒരു ഫാലസിയാണ് അപ്പീൽ ടു ഫോഴ്സ് എന്നുള്ളത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫാലസി ഏതാണെന്ന് നിങ്ങൾ ആൻസർ ചെയ്യണം. I know all of my students will find my jokes extremely funny. In the past, all of those who have not laughed have failed the course. ഈ ടൈപ്പ് ടീച്ചേഴ്സിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളെ സ്കൂൾ ടൈംസ്. ആ ടീച്ചർക്ക് നമ്മൾ ടീച്ചിങ്ങുമായിട്ട് അല്ലെങ്കിൽ അക്കാഡമിക്കലി റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത പല പെർസ്പെക്റ്റീവിനെയും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് നമ്മുടെ സി മാർക്ക് ഓർക്കുക, ആ രീതിയിലൊക്കെയുള്ള പ്രവണതകൾ, അതൊക്കെ എന്താണ് അപ്പീൽ ടു ഫോഴ്സ് ഫാലസിയാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. ഗ്രേറ്റ്ഫുൾ. ഓക്കെ, ഞാൻ 5 ക്വസ്റ്റ്യൻ ആയിരുന്നു ഫാലസിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് 1 ഹവറിൽ സെഷൻ തീർക്കേണ്ടതുകൊണ്ട് എനിവേ ഈ 5 ക്വസ്റ്റ്യന് നമ്മൾ ഒരുപാട് ഫാലസികൾ പരിചയപ്പെട്ടു. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ലൈറ്റർ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ഫാലസികളെ പരിചയപ്പെടാം. സോ ഇതിലൊക്കെയുള്ള ഫാലസികളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഫാൾസ് ഡൈക്കോട്ടമി എങ്ങനെയാണ് വരുന്നത്, സ്ലിപ്പറി സ്ലോപ്പ് എങ്ങനെയാണ് വരുന്നത്, അഡ് ഹോമിൻ എങ്ങനെയാണ് വരുന്നത്. ഫാൾസ് ഡൈക്കോട്ടമി എന്നുള്ളത് 2ഓ അതിലധികമോ ഓപ്ഷൻസ് ഉണ്ടായിരിക്കെ 2 എണ്ണം മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഫാൾസ് ആയിട്ട് ഒരു ആർഗ്യുമെന്റ് ഫ്രെയിം ചെയ്യുക. ഞാൻ മലയാളത്തിൽ തന്നെ പഠിച്ചു വെക്കാൻ ഞാൻ പറയുക, എന്നാൽ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് നാട്ടോ. അതല്ല നിങ്ങൾക്ക് ഓർക്കു വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കാം. സ്ലിപ്പറി സ്ലോപ്പ് എന്നത് ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ തുടങ്ങി അതൊരു വലിയൊരു റിസൾട്ടിലേക്ക് എത്തിക്കുന്ന രീതിയിൽ, ഒരു ചെയിൻ റിയാക്ഷൻ അവിടെ നടക്കുന്ന രീതിയിൽ ആർഗ്യുമെന്റ് ഇത് കൊണ്ടുപോകുന്നതാണ് സ്ലിപ്പറി സ്ലോപ്പ്. അപ്പീൽ ടു ഫോഴ്സ്, അയാൾ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ എന്താണ് ഉപയോഗിക്കും. Someone is making sound. ഓക്കെ, ആ ഒരു രീതിയിലുള്ള ഫാലസിയാണ് അപ്പീൽ ടു ഫോഴ്സ് എന്നുള്ളത്. അഡ് ഹോമിൻ എന്നുള്ളത് ഒരാൾ മുന്നോട്ട് വെക്കുന്ന ഇവിടെ തന്നെ കേൾക്കലുമാണ്. എപ്പോഴും കേൾക്കലില്ലേ? എക്സ്ക്യൂസ് മീ, യുവർ മൈക്ക് ഈസ് ഓൺ. ഞങ്ങളുടെ കോളേജിന്റെ തൊട്ടപ്പുറത്താണ്. ഓക്കെ,
അതാണ് അഡ് ഹോമിനം ഫാലസി എന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് ഇനി എന്തിലേക്ക് പോവാം? സ്ക്വയർ ഓഫ് ഓപ്പോസിഷനിലേക്ക് പോകാം. ഇനി എന്താണ് ലോജിക്കൽ റീസണിംഗ്? എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഈ ഒരു 3 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ഷുവർ ആണ് കേട്ടോ. ഒന്ന് ഫാലസി ഐഡന്റിഫൈ ചോദിക്കും, 2 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ലോജിക്കൽ ഇക്വാലന്റ് സ്റ്റേറ്റ്മെന്റ്സ് കാണാൻ ചോദിക്കും, 3 ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തിട്ട് ആൻസർ കണ്ടെത്തേണ്ട ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസ് നോക്കാം, ഏത് ടൈപ്പിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതും പിന്നീട് അതിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ നോക്കാം. If the statement some athletes are kind human beings, some athletes are kind human beings is given as true, then which of the following statements can be immediately inferred to be false? ഈ ഒരു രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ തരാം. അവരൊരു സ്റ്റേറ്റ്മെന്റ് തരും, സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് അവർ തരും. സോ അത് ഫോൾസോ ട്രൂവോ ആയാൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ട്രൂ ആവുക അല്ലെങ്കിൽ ഫോൾസ് ആവുക, ഈ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് തരാറുള്ളത് ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അറിയാമെങ്കിൽ ആരെങ്കിലൊക്കെ പ്രീവിയസ്ലി ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗസ്, നിങ്ങൾക്ക് ആൻസർ പറയാം. അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് തുടങ്ങാം. സോ ഇത് അറിഞ്ഞിരിക്കാൻ നിങ്ങൾ ആദ്യം എന്താ അറിഞ്ഞിരിക്കണം? ഈ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻസ് അറിഞ്ഞിരിക്കണം. അഥവാ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞതുപോലെ എന്താണ് 4 ടൈപ്സ് ഉണ്ട്. യൂണിവേഴ്സൽ അഫർമേറ്റീവ്, അതേ നമ്മൾ എ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അതിലെന്ത് വരും? ഓൾ SRP എന്നുള്ള രീതിയിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ്സ്, അതാണ് യൂണിവേഴ്സൽ അഫർമേറ്റീവ്. രണ്ടാമത്താണ് യൂണിവേഴ്സൽ നെഗറ്റീവ്, ഈ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് നോ SRP, ആ നെഗേഷൻ, അതാണ് യൂണിവേഴ്സൽ നെഗറ്റീവ് എന്നുള്ളത്. പർട്ടിക്കുലർ പോസിറ്റീവ് എന്നുള്ളത് സം SRP, അത് നമ്മൾ ഐ കൊണ്ട് ഡിനോട്ട് ചെയ്യും. ആൻഡ് പർട്ടിക്കുലർ നെഗറ്റീവ് എന്നുള്ളത് നമ്മൾ O കൊണ്ട് ഡിനോട്ട് ചെയ്യും. അതിന്റെ ഒരു എക്സാമ്പിൾ എന്താണ്? അതിങ്ങനെ വരിക സം SR നോട്ട് P. ആ രീതിയിലാണ് ആ 4 ടൈപ്സ് വരും. ഇതെല്ലാവർക്കും അറിയില്ലേ? AEIO അറിയില്ലേ? യൂണിവേഴ്സൽ അഫർമേറ്റീവ്, യൂണിവേഴ്സൽ നെഗറ്റീവ്, പർട്ടിക്കുലർ പോസിറ്റീവ്, പർട്ടിക്കുലർ നെഗറ്റീവ്. ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ, എന്നാലേ നെക്സ്റ്റ് നമുക്ക് പറയാൻ പറ്റും. Then this is the classical square of opposition. കുറച്ചും കൂടെ ഒക്കെ വർണ്ണശബളമായിട്ട് ഒരു ഫോട്ടോ വെക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ കിട്ടിയില്ല. ഇതൊരു രസമില്ലല്ലേ? എനിവേ നമുക്ക് പോയിന്റിലേക്ക് വരാം. നമ്മൾ പറഞ്ഞു കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻസ് എന്നുള്ളത് 4 ടൈപ്സിലാണ് ഉണ്ടാവുക. എ ടൈപ്പ്, എവരി SSP അല്ലെങ്കിൽ ഓൾ SSP എന്നുള്ള രീതിയിൽ, പിന്നെ ഇ ടൈപ്പ് നോ SSP എന്നുള്ള രീതിയിൽ, പിന്നെ ഐ ടൈപ്പ് സം SSP, പിന്നെ O ടൈപ്പ് സം SSP നോട്ട് P. സോ ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ചില റിലേഷൻസ്, അതാണ് ഈ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ എന്നുള്ള രീതിയിൽ വരുന്നത്. ആൻഡ് ഇത് വെച്ചിട്ടാണ് നമുക്ക് ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അഡ്രസ് ചെയ്യാൻ പറ്റുന്നത്. സോ എ ടൈപ്പും ഇ ടൈപ്പും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾ നോക്കണം കേട്ടോ. എ ടൈപ്പും ഇ ടൈപ്പും ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ ആണ് കോൺട്രറീസ്. ഇവിടെ എഴുതിയിട്ടില്ലേ? കോൺട്രറീസ്. സോ ഡയറക്റ്റ് എനിക്ക് നിങ്ങളോട് ചോദിക്കും, എന്താണ് നിങ്ങളോട് വരും, എന്താണ് ഓൾ മെറ്റീരിയലിസ്റ്റ്സ് ആർ സെയിൻസ്, ഒരു സെന്റൻസ് തരും. ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് കോൺട്രറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിക്കും. സോ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണോ ഈ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് അതായിരിക്കും അതിന്റെ കോൺട്രറി. കാരണം ഇവർ തമ്മിലുള്ള റിലേഷൻ ആണ് കോൺട്രറി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ അത് തിരിച്ചിങ്ങനെ നിങ്ങളോട് ചോദിക്കും, എന്താണ് നോ സെയിൻസ് ആർ മെറ്റീരിയലിസ്റ്റ്സ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റിന് കോൺട്രറി ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണോ എ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ അതിനെ പിക്ക് ചെയ്യുക, അതാണ് അതിന്റെ കോൺട്രറി. സോ എയും ഇയും തമ്മിലുള്ള റിലേഷൻ ആണ് കോൺട്രറീസ് എന്ന് പറയുന്നത്. അതിന്റെ എങ്ങനെയാണ് ആ റിലേഷൻ വർക്ക്ഔട്ട് ആവാന്ന് നമുക്ക് നോക്കാം. ഈ ബേസിക് ഈ ഫിഗർ നിങ്ങൾ പഠിച്ചു വെക്കാം. എയും ഇയും തമ്മിലുള്ള റിലേഷൻ കോൺട്രറീസ്. ഇനി അതിന്റെ താഴോട്ടേക്ക് വരിക, ഐയും ഓയും തമ്മിലുള്ള റിലേഷൻ സബ് കോൺട്രറീസ്. ഓക്കെ, ഐയും ഓയും തമ്മിലുള്ള റിലേഷൻ ആണ് സബ് കോൺട്രറീസ്. നിങ്ങളോട് ചോദിക്കാം, ഒരു എന്താണ് സം സെയിൽസ് ആർ മെറ്റീരിയലിസ്റ്റ്സ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റിന്റെ സബ് കോൺട്രറി താഴെ തന്നിരിക്കുന്നവർ ഏതാണ് എന്നുള്ള രീതി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഓ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യുക. അതാണ് ഇവർ തമ്മിലുള്ള റിലേഷൻ ആണ് സബ് കോൺട്രറി. ഇവർ തമ്മിലുള്ള റിലേഷൻ ആണ് സബ് കോൺട്രറി. ഓക്കെ, ഇനി ഡയഗണൽ റിലേഷൻ ഉണ്ടല്ലോ, എക്ക് ഓയോടും തിരിച്ച് ഓക്ക് എനോടും ഐക്ക് ഇനോടും തിരിച്ച് ഈക്ക് ഐനോടും, അഥവാ യൂണിവേഴ്സൽ അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റും പെർട്ടിക്കുലർ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റും എയും ഓയും, പിന്നെ യൂണിവേഴ്സൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റും പെർട്ടിക്കുലർ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റും ഇയും ഐയും, ഇവ തമ്മിലുള്ള റിലേഷൻസിനാണ് കോൺട്രഡിക്ടറീസ് എന്ന് പറയുന്നത്. സോ കോൺട്രഡിക്ടറീസിൽ 4 ആൾക്കാരുണ്ട്, അവർ തമ്മിലുള്ള റിലേഷൻ ആണ് എന്ത്? കോൺട്രഡിക്ടറീസ്. സോ എയും ഇയും തമ്മിലുള്ളത് കോൺട്രറീസ്, ഐയും ഓയും തമ്മിലുള്ളത് സബ് കോൺട്രറീസ്. ആ ഒരു ഡയഗണൽ റിലേഷൻ കോൺട്രഡിക്ടറീസ്. ഓക്കെ, സോ ഇനി എക്ക് ഐയോടും ഇങ്ങോട്ടോ
കൈയോടുള്ള റിലേഷൻ ആണ് സബ് ആൾട്ടേൺസ്. അതുപോലെ ഈക്ക് ഓയോടുള്ളത് സബ് ആൾട്ടേൺസ്. അഥവാ ഒരു യൂണിവേഴ്സൽ അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റിനോട് എന്താണ് ഒരു പർട്ടിക്കുലർ അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റിന് അവർ തമ്മിലുള്ള കണക്ഷൻ ആണ് സബാൾട്ടൺ. അതുപോലെ യൂണിവേഴ്സൽ നെഗറ്റീവും പർട്ടിക്കുലർ നെഗറ്റീവും തമ്മിലുള്ളത്. ഇത് ഈ ഒരു ഫിഗർ ക്ലിയർ ആണോ? മനസ്സിലായില്ല? ആരൊക്കെയാണ് കോൺട്രീസ്, ആരൊക്കെയാണ് ഈ ഒരു കോൺട്രഡിക്ടറീസ്, ആരൊക്കെയാണ് സബ് കോൺട്രീസ്, ആരൊക്കെയാണ് സബാൾട്ടൺസ്? മനസ്സിലാക്കി വെക്കാം. ബൈഹാർട്ട് നിങ്ങൾ എന്താണ് ടൈം എടുത്ത് ചെയ്താൽ മതി. ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു ഫിഗർ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഓർമ്മ ഉണ്ടായാൽ മതി. സോ കോൺട്രി അഥവാ എയും ഇയും തമ്മിലുള്ള റിലേഷൻ, ആ ഫസ്റ്റത്തെ ആ നേരെയുള്ള റിലേഷൻ, യൂണിവേഴ്സൽ അഫർമേറ്റീവും യൂണിവേഴ്സൽ നെഗറ്റീവും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാ വരിക എന്ന് വെച്ചാൽ അവർക്ക് ഒരിക്കലും രണ്ടാൾക്കും ഒരേ സമയം പ്രൂവ് ആവാൻ പറ്റില്ല. ദേ കനോട്ട് ബി ട്രൂ ടുഗദർ ബട്ട് ക്യാൻ ബി ഫാൾസ് ടുഗദർ. ഓക്കെ, അവർക്ക് രണ്ടാൾക്കും ഒരേ ടൈമിൽ രണ്ടാളും ഫാൾസ് ആവും, പക്ഷെ രണ്ടാളും ട്രൂ ആവാൻ പാടില്ല. നിങ്ങൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സാമ്പിൾ എടുത്താൽ നമുക്ക് മനസ്സിലാവും. നോ സൈൻസ് ആർ മെറ്റീരിയലിസ്റ്റും ഓൾ സൈൻസ് ആർ മെറ്റീരിയലിസ്റ്റും ഒരേ സമയത്ത് രണ്ടും ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും? ഒരിക്കലും ഇല്ല. പക്ഷെ രണ്ടാളും ഒരേ ടൈമിൽ നമുക്ക് അത് ഫാൾസ് ആണെന്ന് പറയും. ഇനി സബ് കൗണ്ടറി വരികയാണെങ്കിൽ സബ് കൗണ്ടറി ആരൊക്കെ തമ്മിലുള്ള റിലേഷനാ? ഐയും ഓയും തമ്മിലുള്ള റിലേഷൻ ആണ് സബ് കോൺട്രി എന്നുള്ളത്. സോ അതിന്റെ കേസിൽ നേരെ കോൺട്രിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സബ് കോൺട്രി വരിക. അവർക്ക് രണ്ടാക്കും ഒരേ ടൈം പ്രൂവ് ആവാൻ പറ്റും. ഇപ്പം സം സെയിൻസ് ആർ മെറ്റീരിയലിസ്റ്റസ് എന്ന് പറയുന്നതും സം സെയിൻസ് ആർ നോട്ട് മെറ്റീരിയലിസ്റ്റസ് എന്ന് പറയുന്നതും ഒരേ സമയത്ത് അത് ട്രൂ ആവും. പക്ഷെ രണ്ടാളും ഒരേ സമയത്ത് എന്താവില്ല, ഫാൾസ് ആകാൻ പറ്റില്ല. അതാണ് സബ് കോൺട്രി അവർ തമ്മിൽ റിലേഷൻ. ഐ ഒ ടൈപ്പ് സ്റ്റേറ്റ്മെന്റുകൾ തമ്മിലുള്ള റിലേഷൻ ആണ് സബ് കോൺട്രി എന്നുള്ളത്. ഇനി കോൺട്രഡിക്ടറി ആ ഒരു ഡയഗ്രാമിൽ ഉണ്ടല്ലോ, ഓയോടും ഈ കൈയോടും ഇവർക്ക് നാലാൾ ഈ ഒരു റിലേഷൻ ഉണ്ടല്ലോ, ഇതാണ് കോൺട്രഡിക്ടറി എന്നുള്ളത്. അതിലെന്ന് വെച്ചാൽ എ ഫോൾസ് ആണെങ്കിൽ, എ ട്രൂ ആണെങ്കിൽ ഓ എന്തായാലും ഫാൾസ് ആയിരിക്കും. ഏതാണ് ടൈപ്പ്? ഓൾ സൈൻസ് ആർ മെറ്റീരിയലിസ്റ്റസ് എന്നുള്ള ഒരു സെന്റൻസ് അത് ട്രൂ ആണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ സം സൈൻസ് ആർ നോട്ട് മെറ്റീരിയലിസ്റ്റസ് എന്ന് പറയുന്നത് എന്താണ്? ഫാൾസ് ആണ്. ആ ഒരു രീതിയിലുള്ള റിലേഷൻ ആണ് കോൺട്രഡിക്ടറി എന്നുള്ളത്. ഇഫ് എ ഈസ് ട്രൂ ഓ ഈസ് ഫാൾസ്, ഇഫ് ഓ ഈസ് ട്രൂ എ ഈസ് ഫാൾസ്, ഇഫ് ഐ ഈസ് ട്രൂ ഇ ഈസ് ഫാൾസ്, ഇഫ് എ ഈസ് ട്രൂ ഐ ഈസ് ഫാൾസ്. അവർ തമ്മിലുള്ള റിലേഷൻ ആണ്, ഇയും ഐയും എയും ഓയും തമ്മിലുള്ള റിലേഷൻ ആണ് കോൺട്രഡിക്ടറി എന്നുള്ളത്. ഓക്കെ, ഈ പറയാനുള്ളതാണ് സബ് ആൾട്ടർനേഷൻസ് അല്ലെങ്കിൽ സബ് ആൾട്ടേൺസ്. സബ് ആൾട്ടേൺസ് എവിടെയൊക്കെ ഉള്ളതാണ്? നമ്മൾ ഈ പറഞ്ഞ എ ഇ ഐ പോലെ എക്ക് ഐയോട് വൺ വേ ആട്ടോ, ഈക്ക് ഓയോടും തമ്മിലുള്ള റിലേഷൻ ആണ് ആ ഒരു സബ് ആൾട്ടേൺസ് വന്നത്. സോ ഈ സബ് ആൾട്ടേണിൽ ഈ എ ട്രൂ ആണെങ്കിൽ ഐ എന്തായാലും ട്രൂ ആയിരിക്കും. സോ ഓൾ സൈൻസ് ആർ മെറ്റീരിയലിസ്റ്റസ് എന്ന് പറയുമ്പോൾ സം സൈൻസ് ആർ മെറ്റീരിയലിസ്റ്റസ് അത് എന്തായാലും എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അതുപോലെ തന്നെ നോ സൈൻസ് ആർ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ സം സൈൻസ് ആർ നോട്ട് മെറ്റീരിയലിസ്റ്റസ് എന്നുള്ളത് ട്രൂ ആണ്. സോ അവർക്ക് ഇങ്ങോട്ടുള്ള റിലേഷൻസ് അതാണ് സബ് ആൾട്ടേൺ എന്നുള്ളത്. ഇഫ് എ ഈസ് ട്രൂ ഐ ഈസ് ഓൾസോ ട്രൂ, ഇഫ് എ ഈസ് ട്രൂ ഓ ഈസ് ഓൾസോ ട്രൂ. അതാണ് സബ് ആൾട്ടേൺ. പക്ഷെ തിരിച്ച് നമുക്ക് അത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് മേലത്തേക്ക് എടുക്കാൻ പറ്റും, താഴത്തേക്ക് മാത്രമേ ഉള്ളൂ. അതാണ് ആ ഒരു ഫിഗറിൽ നമ്മൾ ആരോ കണ്ടിട്ടുണ്ടാവും, കണ്ടോ? ഇത് ഇങ്ങോട്ടേക്ക് മാത്രമേ, ഇത് ട്രൂ ആകുമ്പോൾ ഇത് ഫാൾസ് ആവും, ഇത് ട്രൂ ആണെങ്കിൽ ഇതും ട്രൂ ആവുന്നു, ഇത് ഫാൾസ് ആണെങ്കിൽ ഇതും ഫാൾസ് ആവുന്നു. ഇനി ഇത് ട്രൂ ആകുമ്പോൾ ഇതും ട്രൂ ആവുന്നു, ഇത് ഫാൾസ് ആണെങ്കിൽ ഇത് ഫാൾസ് ആവും. പക്ഷെ ഇത് മേലോട്ടേക്ക് അങ്ങനെ വരുന്നത് നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഇൻഫറൻസ് എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നമ്മളോട് ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസും എനിക്ക് ചോദിക്കൂല. ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ എന്താണെന്ന് മനസ്സിലായോ? നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഭയങ്കര സിമ്പിൾ ആണ്. നമ്മൾ വൺസ് ആ ഒരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണും കൂട്ടി ആൻസറിലേക്ക് എത്തുന്ന രീതിയിലേക്കാണ്. ഇത്രക്കൊന്നും ചോദിക്കില്ല. ശരിക്കും ലോജിക്കലി ഇക്വാലന്റ് സ്റ്റേറ്റ്മെന്റ്സ് കാണുന്നതിനേക്കാൾ എളുപ്പമാണ് ഈ ഒരു ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യുക എന്നുള്ളത്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കോൺട്രറി ടു ദ സ്റ്റേറ്റ്മെന്റ് നോ ഫുട്ബോൾ പ്ലേയേഴ്സ് ആർ കൈൻഡ് ഹാർട്ടഡ് ഹ്യൂമൻ ബീങ്സ്? സോ നമ്മൾ നോക്കേണ്ടത് കോൺട്രീസ് ആണ്. ആരൊക്കെയാണ് കോൺട്രീസ് ആവുന്നത്? എനിബഡി? ആരൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ് കോൺട്രറി നമ്മൾ പറഞ്ഞത്? എയും ഇയും തമ്മിൽ റിലേഷൻ. അപ്പൊ തന്നിരിക്കുന്നത് ഏതാണ്? ഇ ആണ്. സോറി, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇ ആണ്. അപ്പൊ കോൺട്രറി കാണാൻ നമ്മൾ ഓപ്ഷൻസിലേക്ക് നോക്കുക. അവിടെ എവിടെയാണോ എ ടൈപ്പ് ഉള്ളത് അത് ടിക്ക് ചെയ്യുക. എയും ഇയും തമ്മിലുള്ള റിലേഷൻ ആണ് കോൺട്രറി. കിട്ടിയില്ലേ? സോ നോ ഫുട്ബോൾ പ്ലേയേഴ്സ് ആർ
കൈൻഡ് ഹാർട്ടഡ് ഹ്യൂമൻ ബീങ്സ് എന്നുള്ള സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രറി ആണ് ഓൾ ഫുട്ബോൾ പ്ലേയേഴ്സ് ആർ കൈൻഡ് ഹാർട്ടഡ് ഹ്യൂമൻ ബീങ്സ്. അത് നേരെ തിരിച്ചും വരാം. ഓൾ ഫുട്ബോൾ പ്ലേയേഴ്സ് ആർ കൈൻഡ് ഹാർട്ടഡ് ഹ്യൂമൻ ബീങ്സിന്റെ കോൺട്രറി ആണ് നോ ഫുട്ബോൾ പ്ലേയേഴ്സ് ആർ കൈൻഡ് ഹാർട്ടഡ് ഹ്യൂമൻ ബീങ്സ് എന്നുള്ളത്. So if the statement some animals are birds is given as true, which of the following statement can be immediately inferred to be false? So ഒന്ന് ട്രൂ ആകുമ്പോൾ ഇമ്മീഡിയറ്റ്ലി മറ്റേത് ഫാൾസ് ആവും. ആ ഒരു റിലേഷൻ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? അല്ലെങ്കിൽ ആർക്കെങ്കിലും ആൻസർ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഒന്ന് ട്രൂ ആകുമ്പോൾ ഇമ്മീഡിയറ്റ്ലി മറ്റേത് ഫോൾസ് ആവുന്നു. ഒന്നുകൂടി അത് ക്ലിയർ ചെയ്ത് തരാം. എനിവേ നന്ദനാസ് ആൻസർ ഇസ് കറക്റ്റ്. എ ആണ് ആ ഒരു റിലേഷൻ. ഓക്കെ, കോൺട്രഡിക്ടറി ആണ് അവർ തമ്മിലുള്ള റിലേഷൻ. വേറെ ഒന്നിലും നമ്മൾ അങ്ങനെ ഒന്ന് ട്രൂ ആവുന്നത് കൊണ്ട് ഫോൾസ് ആവുന്നു പറഞ്ഞിട്ടില്ലല്ലോ. അവർക്ക് ഉണ്ടാക്കും ഒരേ സമയം ട്രൂ ആവാം പാടില്ല, പക്ഷെ ഒരേ സമയം ഫാൾസ് ആവും. ഇവിടെയാണെങ്കിൽ ഒരേ സമയം ട്രൂ ആവും, പക്ഷെ ഒരേ സമയം ഫാൾസ് ആവാൻ പാടില്ല. എ ട്രൂ ആവുമ്പോൾ ഓ ഫോൾസ് ആവുന്നു, ഓ ട്രൂ ആവുമ്പോൾ എ ഫോൾസ് ആവും. അങ്ങനെ ഒന്ന് ട്രൂ ആണെങ്കിൽ മറ്റേത് ഫോൾസ് ആവുന്ന ഒരു ഓപ്പോസിറ്റ് റിലേഷൻ വരുന്നത് കോൺട്രഡിക്ടറിയിലാണ് വരുന്നത്. സോ ആർക്കാണ് കോൺട്രഡിക്ടറിയിൽ ഉണ്ടാവുന്നത്? ആ ഡയഗണൽസിലുള്ള ആൾക്കാരാണ് കോൺട്രഡിക്ടറി ആവുന്നത്. ഇവിടെ എ ഉണ്ട്, ഇവിടെ ഇ ഉണ്ട്, ഇവിടെ ഐ ഉണ്ട്, ഇവിടെ ഒ ഉണ്ട്. സോ എ ഓനോടും ഈ ഐയോടും തമ്മിലുള്ള ഈ ഒരു റിലേഷൻ ആണ് കോൺട്രഡിക്ടറി എന്നുള്ളത്. ഇവിടെയാണ് ഒന്ന് ട്രൂ ആകുമ്പോൾ ഇമ്മീഡിയറ്റ്ലി മറ്റേത് ഫാൾസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അതിൽ നമുക്ക് തന്നിരിക്കുന്നത് ഏതാ? അയ്യോ ഇതല്ലേ ചോദ്യം, സോറി. ഇവിടെ എ ഉണ്ട്, ഇ ഉണ്ട്, ഐ ഉണ്ട്, ഒ ഉണ്ട്. സോ ഇവിടെ തമ്മിലുള്ള ഈ റിലേഷൻ, ഈ ഒരു ഡയഗണൽ റിലേഷൻ ആണ് കോൺട്രഡിക്ടറീസ് ഇവരാണ്. സോ നമുക്ക് തന്നിരിക്കുന്നത് സം ആനിമൽസ് ആർ ബേർഡ്സ്. സം ആനിമൽസ് ആർ ബേർഡ്സ് ഏത് ടൈപ്പ് സ്റ്റേറ്റ്മെന്റാ? ഐ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഐ ടൈപ്പ് സ്റ്റേറ്റ്മെന്റിനോട് അത് ട്രൂ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫാൾസ് ആവുന്നത് ഇ ആണ്, നോ ആനിമൽസ് ആർ ബേർഡ്സ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. സോ കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ എ. അതെന്താ കൺഫ്യൂഷൻ വന്നേ? കുഴപ്പമില്ല, മനസ്സിലായി. ഇപ്പൊ മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായോ? ഒന്നുകൂടി പറയണോ കോൺട്രഡിക്ടറീസ്? ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു ക്വസ്റ്റ്യൻസിലേക്ക് വരിക. If two prepositions are related in a such a way that they cannot both be true together, although both may be false together. രണ്ടാൾക്കും ഒരേ ടൈം ട്രൂ ആവാൻ പറ്റൂല, പക്ഷെ രണ്ടാളും ഒരേ ടൈം ഫാൾസ് ആവാം. ആ ഒരു ടൈപ്പ് സെറ്റ്. ഇതൊക്കെ എനിക്ക് എന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആട്ടോ. ഇങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് വിചാരിക്കരുത്. ഇതൊക്കെ എനിക്ക് എന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വെരി ഗുഡ്. ഏതാണ് വരിക? കോൺട്രഡിക്ടറി, സബ് കോൺട്രറി, അല്ലെങ്കിൽ കോൺട്രറി, സബാൾട്ടേൺ. ഏതാണ് അതിന്റെ ആൻസർ വരിക? രണ്ടാക്കും ഒരേ ടൈം ട്രൂ ആവാൻ പറ്റൂല, ബട്ട് ഒരേ ടൈം ഫാൾസ് ആവാം. വേറെ ആരെങ്കിലും ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? ട്രൈ. എന്താണിപ്പോ? ഒരു പ്രശ്നമില്ല. തെറ്റാണ് തെറ്റിട്ട് നമ്മളൊന്ന് ശ്രമിക്കാന്നുള്ളൂ. ഇനി അതിന്റെ കറക്റ്റ് ആൻസർ എന്നുള്ളത് ആസ് നന്ദന സെഡ് ഓപ്ഷൻ സി ആണ്, കോൺട്രറി ആണ്. നമ്മുടെ ഈ ഒരു സാധനത്തിൽ ഇവ തമ്മിലുള്ള റിലേഷൻ ആണ് കോൺട്രറി. രണ്ടുപേരും ഒരേ ടൈം ട്രൂ ആവൂല, ബട്ട് ദേ ക്യാൻ ബി ഫാൾസ് ടുഗദർ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? കോൺട്രറിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഏതിൽ വരിക? ഏതിൽ വരിക? സബ് കോൺട്രറിയിൽ വരിക. സബ് കോൺട്രറിയിൽ രണ്ടാക്കും ഒരേ ടൈം ട്രൂ ആവും, പക്ഷെ ഒരേ ടൈം ഫാൾസ് ആവാൻ പാടില്ല.
തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോൺട്രഡിക്ടറി ടു ദ സ്റ്റേറ്റ്മെന്റ്. കോൺട്രഡിക്ടറീസ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഡയഗ്രാംസിൽ വരുന്ന ആൾക്കാർ. നോ ബേർഡ്സ് ആർ മമ്മൽസ് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഈസിയാണ്, എല്ലാവരും ആൻസർ ചെയ്യും. ഓക്കെ, അതിന്റെ കറക്റ്റ് ആൻസർ എന്നുള്ളത് ബി ആണ് വരിക. സം ബേർഡ്സ് ആർ മമ്മൽസ് എന്നുള്ളത്. എന്ത് ഐ മീൻ റെസ്പോണ്ട് ചെയ്യാത്തവര് മനസ്സിലാവാനായിട്ട് റെസ്പോണ്ട് ചെയ്യാത്തതാണോ അല്ല റെസ്പോണ്ട് കിട്ടിയിട്ട് റെസ്പോണ്ട് ചെയ്യാത്തതാണോ? ഞാനിത് ക്ലിയർ ആയില്ലേ മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കാം. നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ മനസ്സിലാകാറുണ്ടോ പറഞ്ഞതിൽ? കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ടൈം എടുത്ത് ആ ഒരു സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് പഠിച്ചെടുത്താൽ മതി. വലിയൊരു എന്താണ് അത്രമാത്രം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ഒന്നല്ല അത് മനസ്സിലാക്കുക എന്നുള്ളത്. ഓക്കെ, എല്ലാവർക്കും പറ്റും. സോ സം ബേർഡ്സ് ആർ മമ്മൽസ് ആണ് അത് വരെ. സോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക നോ ബേർഡ്സ് ആർ മമ്മൽസ് എന്നുള്ളത് ഇവിടെ വരുന്ന ഈ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ടൈപ്പിനോട് കോൺട്രഡിക്ടറി ഐ ആണ് വരിക. സോ അതിന്റെ ഫോർമാറ്റ് എന്നുള്ളത് സം ബേർഡ്സ് ആർ മമ്മൽസ് എന്നുള്ളതാണ്. സോ അതാണ് അതിന്റെ കോൺട്രഡിക്ടറി. ഇനി നമ്മളോട് സം ബേർഡ്സ് ആർ മമ്മൽസിന്റെ കോൺട്രഡിക്ടറി താഴെ തന്നതിൽ ഏതാന്ന് വെച്ചാൽ നമ്മൾ അതിന് ഈ ടൈപ്പ് ഐഡന്റിഫൈ ചെയ്യുക. അതാണ് അവർ തമ്മിലുള്ള റിലേഷൻ. ഇഫ് ദ സ്റ്റേറ്റ്മെന്റ് ഓൾ സയൻസ് ആൻഡ് അല്ല കേട്ടോ ആറാണ്. If the statement all saints are materials is given as true, which of the following statements could be inferred to be true? All saints are materials എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ ഇവിടെ താഴെ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും ട്രൂ ആവുക? വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾ ആൻസർ ചെയ്ത പോലെ അത് കറക്റ്റ് ആൻസർ ആണ്. അത് തമ്മിലുള്ള ആ റിലേഷൻ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് സബ് ആൾട്ടേണേഷൻ, സബ് ആൾട്ടേൺ ആയിരുന്നു. ഇവിടെ എ ഇ ഐ ഒ. സോ ഐയോടും ഈ ഓയോടും ഉള്ള റിലേഷൻ ആണ് സബ് ആൾട്ടേൺ. അഥവാ എ ട്രൂ ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഐ ട്രൂ ആവും. ഇ ട്രൂ ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓ ട്രൂ ആവും. ഇനി എ ഫാൾസ് ആണെങ്കിൽ സെയിം വിത്ത് ഐയും ഫാൾസ് ആവും. ഇ ഫാൾസ് ആണെങ്കിൽ ഇതും ഫാൾസ് ആവും. ഓക്കെ, ഇതാണ് ആ റിലേഷൻ സബ് ആൾട്ടേൺ. വിഷ്ണുമായക്ക് മനസ്സിലാവുന്നില്ലേ? വിഷ്ണുമായ റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. ഷീസ് മൈ മെന്റി, അതുകൊണ്ടാണ് കേട്ടോ ചോദിച്ചത്. ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. കുഴപ്പമില്ല, ടൈം എടുത്ത് മനസ്സിലാക്കിയാൽ മതി. എന്തെങ്കിലുമൊക്കെ തീരെ മനസ്സിലാവാത്ത ഏരിയ ഉണ്ടോ? ചോദിക്കാം. ഓക്കെ, ക്ലാസ് പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി. Which of the following statement are contrary to each other? ഇതും ഭയങ്കര ഈസി ആയിട്ടുള്ളതാണ്. ഒരു ഓപ്ഷൻസ് ഒക്കെ തന്നെ നമ്മളെ പേടിപ്പിച്ചെന്നേ ഉള്ളൂ. ഡയറക്റ്റ് നമുക്ക് ആൻസറിലേക്ക് എത്താം. ഏതൊക്കെയാണ് കോൺട്രീസ്? കോൺട്രി എന്ന് പറയുന്ന ആ റിലേഷൻ ആരൊക്കെ തമ്മിലാണ് ഉള്ളതെന്ന് അറിയില്ല, പിന്നെ അത് ചൂസ് ചെയ്യുക. ഓക്കെ, സോ എവരിബഡി ഈസ് ആൻസർഡ് റൈറ്റ്. എല്ലാവരും പറഞ്ഞ ആൻസറും ശരിയാണ്. കോൺട്രി എന്നുള്ളത് എയും ഇയും തമ്മിലുള്ള റിലേഷൻ ആണ് കോൺട്രറി. സോ എ എന്നുള്ളത് ഓൾ മൂവീസ് ആർ ത്രില്ലേഴ്സ്, ഈ ഒരു ഫോമിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എ ടൈപ്പ്. ഈ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ചൂസ് ചെയ്യും. നോ മൂവീസ് ആർ ത്രില്ലേഴ്സ്. സോ എയും സിയും തമ്മിൽ വരുന്ന ആ ഒരു റിലേഷൻ ആണ് കോൺട്രറി എന്നുള്ളത്. സോ എ ആൻഡ് സി ഉള്ളിൽ നിന്നുള്ള ആ ഒരു ഓപ്ഷൻ നമുക്ക് പിക്ക് ചെയ്യാം. ക്ലിയർ? സോ ഇത്രയാണ് 5 ഫാലസി ക്വസ്റ്റ്യനും
5 ക്ലാസിക്കൽ സ്ക്വയർ ഓഫ് ഓപ്പോസിഷനിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. വി ഹാവ് കംപ്ലീറ്റഡ്. ഇനി ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. മനസ്സിലായില്ല എന്നുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായില്ല എന്നുകൊണ്ട് ടെൻഷൻ ആവുന്ന വേണ്ടി ഇതെന്തായാലും എന്താണ് നമ്മളൊരു ചെറിയൊരു എഫേർട്ട് എടുത്താൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത്ര വലിയ സംഭവമൊന്നും ഇതിലില്ല. പിന്നെ എനിക്ക് അത്ര ഭയങ്കര കടുകട്ടിയെ ചോദിക്കാനും പോകുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ പറഞ്ഞതൊക്കെ? ഇനി